ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ശ്രദ്ധ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ജെഫിൻ. ഞാൻ ജിൽബി. ഞാൻ ജാസ്മിൻ. ഗായ്സ്, എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ സ്റ്റാഫ്സ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നു. നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നു. നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, കുട്ടികളുടെ കയ്യിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നു. അതോടൊപ്പം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.5 വീക്ക് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് എവരി വൺ ഈസ് ഹാപ്പി. അതുകൊണ്ട് നമ്മളും ഹാപ്പിയാണ്. നമുക്ക് പുതിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. അതെ അതെ, ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ആ ഒരു പ്രശ്നമില്ല. ഇപ്പൊ അവരുടെ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സ്റ്റാഫിനെ പറ്റി നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. നമ്മൾ റിക്രൂട്ട് ചെയ്ത ഓരോ സ്റ്റാഫ്സും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമ്മളോട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഇതാണ്: നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്വാളിഫൈഡുമാണ് അവർ. അത് മാത്രമായിട്ട് നമുക്ക് ടീച്ചിങ് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫീഡ്ബാക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്കത് ഉറപ്പായി നമ്മുടെ സ്റ്റാഫ്സ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുട്ടികളും അതിനോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഹാപ്പി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടീച്ചേഴ്സ് നന്നായിട്ട് എഫോർട്ട് എടുക്കുന്നുണ്ട്. കുട്ടികളും അതിനനുസരിച്ച് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ച് അത് ഡൗട്ട് ക്ലിയർ ചെയ്ത് ഒരു നല്ല ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ പേരൻസിനും ഇത് വീട്ടിൽ തന്നെ ഓൺലൈൻ ആണല്ലോ നമ്മുടെ ഇപ്പോൾ പ്ലാറ്റ്ഫോം. സോ വീട്ടിൽ നിന്ന് പേരൻസിനും അത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ടീച്ചേഴ്സ് എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്, കുട്ടികൾ ഉഴപ്പുന്നുണ്ടോ. സാധാരണ നമുക്കറിയോ ട്യൂഷൻ ആകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഉഴപ്പും. അപ്പൊ അത് നമുക്ക് വേറൊരിടത്താണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ പേരൻസിന് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് ഈസിലി നമ്മളോട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ പേരൻസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി നന്നായിട്ടുണ്ടായിരുന്നു സാറിന്റെ പ്രസന്റേഷൻ, എനിക്ക് കഴിഞ്ഞ വീക്കിലൊക്കെ കിട്ടി അങ്ങനെ ഒരു ഫീഡ്ബാക്ക്. പേരൻസ് വിളിച്ചിട്ട് പറഞ്ഞു, നല്ല എഫേർട്ട് എടുക്കുന്ന സാറ്, നല്ല അധ്യാപകരാണ് നിങ്ങൾക്കുള്ളത്, വളരെ നന്നായിട്ടാണ് ക്ലാസ് പോകുന്നത്, നല്ല അറ്റൻഷൻ അവന് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതെ, ഏതൊരു ഇനിഷ്യേറ്റീവിന്റെയും മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ടീമാണ്. ദൈവം സഹായിച്ച് നമുക്ക് കിട്ടിയ ടീം വളരെ നന്നായിട്ട് നമ്മളോട് കോർപ്പറേറ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ടീമാണ്. അതായത് നമ്മൾ പറയുന്നതിനേക്കാളും എഫേർട്ട് അവർ ഇടുന്നുണ്ട് എല്ലാ കാര്യത്തിനും വേണ്ടി. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പേരന്റിങ്ങിനെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ സ്കൂൾ അങ്ങനെയുള്ള നമ്മുടെ ടീച്ചിങ് ഒരു കരിയറിനെ കുറിച്ച് നമ്മൾ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് നമുക്കപ്പോ ആ ഒരു ടോപ്പിക്കിലോട്ട് കയറും. അതെ, നമ്മൾ പേരൻസിനെ കുറിച്ച് സംസാരിച്ചു, കുട്ടികളെ കുറിച്ച് സംസാരിച്ചു. ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ടീച്ചേഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കണം. എപ്പോഴും നമ്മൾ ഒരു മീറ്റിംഗ് വെക്കുമ്പോഴാണെങ്കിൽ പോലും കുട്ടികൾക്ക് എത്ര എഫക്റ്റീവ് ആയിട്ട് ക്ലാസ് കൊടുക്കാം, കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളും പേരൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇതൊക്കെ ആയിരിക്കും എപ്പോഴും ഡിസ്കഷൻസിന് ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ് ടീച്ചേഴ്സ്. അവരുടെ മെന്റൽ ഹെൽത്ത്, അവരുടെ ഒരു കേപ്പബിലിറ്റി, അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കുട്ടികളുടെ ഡിഫിക്കൽട്ടീസിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ടീച്ചേഴ്സ് നേരിടുന്ന ഡിഫിക്കൽട്ടീസ്, അത് ടാക്കിൾ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ അഡ്രസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റാഫിന് ആ ഒരു കാര്യം, നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ നമ്മളുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച് ടീച്ചേഴ്സിന് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ എന്നാണ് എനിക്കൊരു സംശയമുണ്ട്. ആസ് എ ടീച്ചർ എനിക്കത് സംശയമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ നാളത്തെ ഒരു ഭാവി അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുട്ടികളെയാണ്. ബട്ട് സ്റ്റിൽ അവർക്ക് പവർ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന റിസോഴ്സസ് കൊടുക്കുന്നത് മെയിനായിട്ട് ടീച്ചേഴ്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ നമ്മൾ എന്തുമാത്രം ഫോക്കസ് കൊടുക്കുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ടീച്ചേഴ്സിന് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഈ മെന്റൽ സപ്പോർട്ടാണ് ടീച്ചേഴ്സിന് വേണ്ടതെന്ന് തോന്നുന്നു. മറ്റെന്തിനേക്കാളും മെന്റൽ സപ്പോർട്ട്, അതുപോലെ അവർക്ക് വേണ്ടുന്ന നല്ല ഒരു അറ്റ്മോസ്ഫിയർ, ഈ രണ്ട് കാര്യങ്ങൾ അവർക്ക് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ നമുക്ക് എല്ലാം ഇപ്പൊ വിരൽത്തുമ്പിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റിസോഴ്സസിനെ പറ്റി നമുക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഹെൽത്ത്, ഒരു മെന്റൽ ഹൈജീൻ അവർക്ക് വേണം, ടീച്ചേഴ്സിന് വേണം. അതാണ് നല്ലൊരു എൻവയോൺമെന്റും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ടീച്ചിങ് ലേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്, അത് വളരെ നന്നായിട്ട് പോകണമെങ്കിൽ ഇത് രണ്ടും വേണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ ജിഫിൻ? അതെ അതെ, ഈ ഒരു നല്ല രീതിയിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജോബ് സെക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ടീച്ചിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞുവിട്ട് നമ്മളൊരു ജനറേഷനെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ആൾക്കാരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു ജനറേഷനെ ബിൽഡ് ചെയ്തെടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് പല സ്കൂളുകളും അതൊരു എന്താ പറയുന്നത്,
ഒരു കോർപ്പറേറ്റ് ഓഫീസ് പോലെ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് റിസൾട്ട് എങ്ങനെ സ്കൂളിന് പേരുണ്ടാക്കാം, എങ്ങനെ സ്കൂള് ഇത് ചെയ്യാം, അല്ലാതെ അവിടെ നിൽക്കുന്ന കുട്ടികളെയും അത് ചെയ്യുന്ന സ്കൂളുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് സ്കൂളുകളും ഇതിനെ ഒരു ബിസിനസ് ആയിട്ട് മാത്രം, ഞങ്ങളുടെ പേര്, ഞങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടണം, ഞങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കണം. അപ്പൊ ആ കുട്ടി വളർത്തിയാൽ അവർക്ക് കിട്ടുന്ന സ്റ്റുഡൻസിനെ ബിൽഡ് ചെയ്യുന്നതിനെക്കാട്ടിലും അത് മാറിപ്പോകുന്നു. അതുപോലെ ക്ലറിക്കൽ വർക്ക് ഭയങ്കരമായിട്ട് സ്കൂളുകളിൽ കൂടുന്നുണ്ട്. ക്ലറിക്കൽ വർക്കുകൾ ഇപ്പോൾ ടീച്ചേഴ്സ് ചെയ്യുന്നത് അവിടെയും പറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് ആ അവരുടെ മുമ്പിലുള്ള സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്ട്രെസ് ആണ് ടീച്ചേഴ്സിന് വരുന്നത്. ഇപ്പം പുറമേ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തോ ജോലി, നിങ്ങൾക്ക് അവധി കിട്ടുന്നില്ലേ, ഇഷ്ടം പോലെ അവധി കിട്ടുന്നില്ലേ, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇരുന്നാൽ പോലെ, ഹർത്താലിന് അവധി, ഓണത്തിന് അവധി, ക്രിസ്മസിന് അവധി, എല്ലാ അവധിയോടെ അവധി എന്ന് മാത്രമേ പുറത്തുനിന്ന് കാണുന്നവർ കാണുന്നുള്ളൂ. എന്നാൽ ഒരു ടീച്ചർ ഒരു സ്കൂളിൽ വന്ന് ആ ടീച്ചർ ഇടുന്ന എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു 24 hours നമ്മൾ ആ ജോലി തന്നെ ആയിരിക്കും. നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ കുട്ടികളെ നോക്കണം, ഡിസിപ്ലിൻ നോക്കണം, നമ്മൾ അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്, ഒരു ഫാമിലി എങ്ങനെയാണോ അതിന്റെ ഒരു വെർഷനാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ നിൽക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു ഫാമിലി കൂടി വന്നാൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ 3 പിള്ളേർ, മാക്സിമം പോയാൽ 3, അല്ലെങ്കിൽ അങ്ങേറ്റം പോയാൽ ഒരു 4 പിള്ളേർ. പക്ഷെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് തന്നെ മിനിമം ഒരു 20 സ്റ്റുഡൻസ് ഉള്ളതായിരിക്കും. അതും പല പല രീതിയിൽ എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ്, ഒത്തിരി ഇമോഷണൽ നീഡ്സും ഒത്തിരി ഇതൊക്കെ ഉള്ളത്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഈ ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുന്നത് എഫേർട്ട് ഇടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിനെ ഒരു ജോബ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സർവീസ് ആണ്. ഈവൻ ദോ പൈസ നമുക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിലും, അത് കേരളത്തിലെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് ഭേദം, എന്നാലും സാലറി കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം എന്താ പറയുന്നത് ടേക്കഡ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയത്തില്ലേ, ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ഫീൽഡായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജെഫിൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ സാലറിയുടെ വിഷയം. എന്നോട് ഇവിടെ വന്നപ്പോ എല്ലാരും ചോദിച്ചു, അതായത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്, കഴിഞ്ഞ വർഷവും ഞാൻ വർക്ക് ചെയ്തത് തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞ്, എന്തിനാ ഇത്രയും ദൂരെയൊക്കെ വന്നേ, എന്തുകൊണ്ടാ ഇങ്ങനെ വന്നേ, എന്താ കേരളത്തിലെ സ്കൂളുകളൊന്നും ഇല്ല എന്ന്. കേരളത്തിലെ സ്കൂളുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിടുന്ന എഫേർട്ടിന് ഇപ്പൊ സാലറി ക്രെഡിറ്റ് ആവുന്ന ആ ഒരു ദിവസം 2 ദിവസമെങ്കിലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര വന്നിട്ടുണ്ട് എന്നൊരു ഹാപ്പിനെസ് എങ്കിലും ഉണ്ട്. പക്ഷെ നമുക്ക് ഇത്ര എഫേർട്ട് ഇട്ടിട്ടും അയ്യോ ഇത്ര കിട്ടിയുള്ളോ എന്നൊരു സാധനമാണ് ആ കേരളത്തിൽ വർക്ക് ചെയ്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ കേരളത്തിൽ ട്രൈ ചെയ്തിട്ട് ഒന്നും സെറ്റ് ആവാഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന ഒരാളാണ്. അപ്പോ നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ടിനനുസരിച്ച് നമുക്കൊരു സാലറി പാക്കേജോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ നമ്മുടെ അവിടെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ നമ്മുടെ കിലുക്കൻ സിനിമയിലെ മറ്റേ കിട്ടുണ്ണി ചേട്ടന്റെ ഒരു സീനുണ്ടല്ലോ, ഇന്ന ജോലി ചെയ്യാൻ പറഞ്ഞപ്പോഴല്ലേ അടുത്ത ജോലി ചെയ്യാൻ പറഞ്ഞ, ആ ജോലി തീരുന്നതിന് മുമ്പ് എന്നോട് പോയി വെള്ളം തിളപ്പിക്കാൻ പറഞ്ഞു. ഇതാണ് ശരിക്കും സ്കൂൾസിൽ നടക്കുന്നത്. ഇങ്ങനെ ഒരു ട്രോൾസ് ഒക്കെ തന്നെ നമുക്ക് വരുന്നുണ്ട്. ട്രോൾസ് ഒക്കെ വരുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ഒരിടത്തെ മാത്രം പ്രശ്നമല്ല, ഇത് എല്ലായിടത്തും പ്രശ്നമാണ്. കോമൺ ആയിട്ട് നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകള് നേരിടുന്ന ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് ഇത് ട്രോൾസ് ആയിട്ട് തന്നെ വരുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും അധികം വർക്ക് ലോഡ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇപ്പോഴും ഒരു ആൻസർ ഇല്ല. നമുക്ക് പഠിപ്പിച്ചാൽ പോരെ, പഠിപ്പിക്കുന്നതിലല്ലേ നമുക്ക് നമ്മുടെ ഏറ്റവും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചാൽ പോരെ. അതിന് എന്തുമാത്രം നമ്മൾ എഫേർട്ട് ഇടുന്നു. ഇപ്പം പേപ്പർ ഒക്കെ നോക്കുന്ന കാര്യത്തിൽ, ഇപ്പം ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളും പണ്ട് കേട്ടിട്ട്, യോ ടീച്ചറിന്റെ മൂഡ് പോലെ ഇരിക്കും, ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴായിരിക്കണം എന്റെ പേപ്പർ നോക്കുന്നത്, വീട്ടിൽ അടിയിട്ടിട്ടൊന്ന് വന്ന് ടീച്ചർ എന്തെങ്കിലും ക്ലാസ്സിൽ ദേഷ്യപ്പെട്ടു കഴിഞ്ഞു, ടീച്ചർ ഇന്ന് വീട്ടിൽ അടിയിട്ടിട്ടാ വന്നത്. അങ്ങനെ നമ്മൾ അവരുടെ ഒരു മെന്റൽ ഹെൽത്തിനനുസരിച്ച്, ഒരു മെന്റൽ ഹാപ്പിനെസ് അനുസരിച്ച്, അവരുടെ ഒരു മൂഡിനനുസരിച്ച് പല രീതിയിലും ക്ലാസ് പോകും. ആ ഒരു സമയത്ത് നമ്മൾ മറ്റുള്ള ടൈപ്പ് ഓഫ് ഈ വർക്ക് ലോഡ് കാരണം അവർക്ക് കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ക്ലാസ്സിനെ എഫക്ട് ചെയ്യും. അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നോക്കുന്നത് കുട്ടിയുടെ റിസൾട്ട് ആണ്. നമ്മൾ എന്തൊക്കെ വർക്കുകൾ ചെയ്തു കഴിഞ്ഞാലും, എന്തൊക്കെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും, നമ്മൾ ആ സ്കൂളിന്റെ ഒരു പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫൈനൽ എത്ര ഉണ്ട് മാർക്ക് എന്നതിനെ ബേസ് ചെയ്തായിരിക്കും. ആ ഒരു കാര്യത്തില് ടീച്ചറിന്റെയും കുട്ടിയുടെയും എല്ലാവരുടെയും ഒരു മെന്റൽ ഹെൽത്ത് നോക്കിക്കൊണ്ട് ആ ഒരു പ്രഷർ കൊടുക്കാതെ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പൊ ഒരു ടീച്ചിങ് വളരെ ഹാപ്പിനെസ്സോട് കൂടി ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. അപ്പോ നമുക്കൊരു ഹാപ്പിനെസ് അതിൽ കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ജോബ് കൊണ്ട് നല്ല പ്രയോജനമൊന്നുമില്ല, അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ജിൽബി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പേപ്പർ നോക്കുമ്പോൾ ഹാപ്പി മൂഡ് ആയിരിക്കണേ, അല്ലെങ്കിൽ വഴക്കിട്ടിട്ടൊന്നും നോക്കരുത്, എന്റെ മാർക്സ് പോകും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഒരു 4 വയസ്സ് കംപ്ലീറ്റ് ആയ ഒരു കുട്ടി, അവന്റെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. 4 വയസ്സ് തൊട്ടുള്ള ഒരു കുഞ്ഞ് അവൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും അന്ന് വരെ വീട്ടിലെ ആയിരുന്നുവെങ്കിലും അന്ന് തൊട്ട് സ്കൂളിൽ നടക്കുന്നതും സ്കൂളിൽ കാണുന്നതും ഒക്കെ ആ കുട്ടി ഒരുപാട് കണ്ടുപഠിക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ അവിടുത്തെ എനർജി അവനെ ബാധിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവളെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ
അത്യാവശ്യം നല്ല മെന്റൽ സ്ട്രെസ്സിലിരിക്കുന്ന ഒരു ടീച്ചർ. അപ്പം നമ്മൾ പറഞ്ഞു ടീച്ചേഴ്സിന്റെ ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. സാലറിയുടെ പ്രശ്നമുണ്ട്, വർക്ക് ലോഡ് കൂടുതലാണ്. ക്ലാസ്സിൽ പോയി നമ്മളിപ്പം ആസ് മാത്സ് ടീച്ചേഴ്സ് കണക്ക് 2 ഇട്ട് കൊടുത്തിട്ട് അവിടെ കസേരയിൽ ഇരുന്നാൽ പോരാ. നമുക്ക് മാത്സ് വെറുതെ കാണാതെയും പഠിപ്പിക്കാം, എന്തിനാ ഇത് പഠിക്കുന്നത് അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിയും പഠിപ്പിക്കാം. അപ്പൊ ഇത് നന്നായിട്ട് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല എനർജി വേണം, നമുക്ക് നല്ലൊരു എൻവയോൺമെന്റ് വേണം. നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുന്ന ഒരു സമയം നമ്മൾ എന്താച്ചാ പഠിച്ചിട്ട് പോട്ടെ, 2 കണക്കിട്ട് കൊടുത്തിട്ട് അവിടെ കാണാൻ ഇരിക്കാം എന്നൊരു സ്റ്റേറ്റിലേക്ക് ടീച്ചേഴ്സിന്റെ മനോഭാവം മാറാൻ തന്നെ കാരണം ഈ വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് നല്ല ഫ്രൂട്ട്ഫുൾ അല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് ആ മെന്റൽ സ്ട്രെസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് പലപ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം എന്തായാലും എല്ലാം ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ടീച്ചിങ്ങിലായിരിക്കും, അവർ നേരെ അവിടെ കുറയ്ക്കും. അതായത് വേണ്ടുന്നത്ര എഫേർട്ട് അവിടെ ഇട്ട് കുട്ടികൾക്ക് നല്ലൊരു പ്രയോജനം കൊടുക്കാൻ പറ്റാത്ത സ്റ്റേറ്റിലോട്ട് ആ ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് മാറും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ കുട്ടി ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് നമ്മുടെ സ്കൂളിലാണ്. ഇപ്പോൾ വീട്ടിലല്ല, സ്കൂളിലാണ്. എനിക്ക് തോന്നുന്നു വീട് കഴിഞ്ഞാൽ ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ട്യൂഷന് പോയിട്ട് തിരിച്ച് കിടക്കാൻ മാത്രമാണ് വീട്ടിൽ വരുന്നത്, ഫുഡ് കഴിച്ച് കിടക്കാൻ. അപ്പൊ ആ ഒരു ടൈം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ പല കുട്ടികൾക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ കാരണം എന്താ, സ്കൂളിൽ പഠിക്കുന്നു, പിന്നെ ട്യൂഷന് പോകുന്നു, പിന്നെ വീട്ടിൽ വന്ന് കഴിച്ചു കിടന്നുറങ്ങുന്നു, ആ ഒരു ടൈമുള്ളൂ. പിന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ തന്നെ പോകുന്നു. അപ്പൊ അത്രയും നേരം അവിടെ നിൽക്കുമ്പോൾ അവന്റെ എനർജി അല്ലെങ്കിൽ അവളുടെ എനർജി മാച്ച് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ആളുകളാണ്. അപ്പൊ മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് ഉള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് പോയ കുട്ടികളുടെ തോട്ട് പ്രോസസ്സ് തന്നെ വളരെ മോശമാകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടീച്ചേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹൈജീനെ പറ്റി തന്നെ സംസാരിക്കാൻ കാരണം. അപ്പോൾ ടീച്ചറിന്റെ ആ ഒരു നമ്മൾ പറയില്ലേ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ഹോൾ ക്ലാസ് ഡിസ്ട്രപ്റ്റഡ് ആവും. അവിടെ ഒരു നല്ല ഒരു നമുക്ക് വേണ്ടത് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് അല്ലേ. വെറുതെ 4 പ്രോബ്ലം ഇട്ട് ചെയ്തു തീർന്നു അങ്ങനെയല്ലല്ലോ. എന്തിനിതിങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈ എന്നുള്ളത് ചിന്തിപ്പിക്കാനാണ് നമ്മൾ മാത്സ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ കുറെ കണക്ക് പഠിച്ചു പോകാനല്ല. എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു, അല്ലെ എങ്ങനെ വന്നു, ഇങ്ങനെയൊക്കെയുള്ള തിങ്കിങ് കപ്പാസിറ്റി കൂട്ടാനാണ് നമ്മൾ മാത്സ് പ്രോബ്ലം യൂസ് ചെയ്യുന്നത്. ചില കണക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് കുട്ടികൾ ചോദിക്കും, മിസ്സേ നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത്, നമ്മൾ എന്തിനാ ഇത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇത് എവിടെ പോയി ഉപയോഗിക്കും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് എന്തിനാന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവിടെ അത്ര എനർജി നമ്മളുടെ ലോസ് ആവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ തന്നെ അത് കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി വേണം, അല്ലെ നമുക്ക് അതിനുള്ള ഒരു എനർജി വേണം. ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിലേ പോസിറ്റീവായിട്ട് ഈ ഒരു കാര്യം പിള്ളേരിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരും മടുക്കും, നമ്മളും മടുക്കും. പിന്നെ ഇതെന്തോ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു ജോബ് എന്നൊരു തലക്കെട്ടോടെ കൊടുത്ത് വെറുതെ ജോലിക്ക് പോകുന്നു വരുന്നു എന്നൊരു സിസ്റ്റമായിട്ട് ഇത് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തുകൊണ്ടും ടീച്ചേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്പയർ ടു ചിൽഡ്രൻ. അവരുടെ മെന്റൽ ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടന്റ് ടു ടീച്ചേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് ആണ്. അത് രണ്ടും ഒരു ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ നല്ല ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് കാരണം ടീച്ചറിന്റെ ഈ ഹെൽത്ത് കുട്ടികളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ശരിയാണ് ജാസ്മിൻ പറഞ്ഞ ആ ഒരു കാര്യം വളരെ ശരിയാണ്. കാരണം ഒരു ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു ടീച്ചർ വളരെ മൂശാട്ട പിടിച്ചൊരു ക്ലാസ്സിലോട്ട് കയറിച്ചിട്ടാണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവർക്ക് ആ ഒരു നെഗറ്റീവ് ഒരു ഫീൽ അവർക്ക് വരും ഭയങ്കരമായിട്ട്. അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും, അവർക്ക് അന്നേരം ആ സബ്ജക്റ്റിനോട് ഒരു മടുപ്പ് തോന്നില്ല, ആ ക്ലാസ് തന്നെ അവർക്ക് മടുക്കും. പ്രത്യേകിച്ച് ആലോചിക്കണം, ഇന്ന് 8 പീരീഡ് ആണ് ഒരു ക്ലാസ് ഒരു നോർമൽ സ്കൂൾ ഡേയിൽ വരുന്നത്. രാവിലെ മുതലേ ഇരുന്ന് പഠിക്കുന്ന പിള്ളേര് ഒരു ഏജ് അനുസരിച്ച് അവർക്ക് അവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ്. നമ്മൾ ഈ മസിൽസ് നമ്മൾ ഒത്തിരി നേരം ഓടുമ്പോൾ നമ്മൾ ടയർഡ് ആകത്തില്ലേ, അതേ സെയിം കാര്യമാണ് ഇവരുടെ ബ്രെയിൻ. രാവിലെ മുതൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ഒരു 2 പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അവർ ബ്രെയിൻ ഫറ്റീഗായി, അവർക്ക് അവരുടെ ബ്രെയിൻ ക്ഷീണിച്ചു തുടങ്ങും. പിന്നെ ആ ബ്രെയിനിന് വേണ്ടത് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു എന്തെങ്കിലും എൻഗേജിങ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് ഉണർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റുകളും കൂടി ഇപ്പൊ എല്ലാ സ്റ്റുഡന്റും എല്ലാ സബ്ജക്റ്റിലും അവർക്ക് ഇഷ്ടം തോന്നത്തില്ല, പേഴ്സണൽ ചോയ്സസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അതിനെതിരെ അതിൽ നിന്ന് എങ്ങനെയും ഫെഡപ്പായി ഒന്ന് മാറി നിൽക്കാൻ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഒരു ടഗ് ഓഫ് വാർ ആണ്, ഒരു വടംവലിയാണ്. പിള്ളേർ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. സാറിന് എവിടെയാണ് ഒരു വീക്ക്നെസ് ഉള്ളത്, അല്ലെങ്കിൽ ടീച്ചറിന് എവിടെയാണ് ഒരു വീക്ക്നെസ് ഉള്ളത്. ആ വീക്ക്നെസ് പിടിച്ചു കഴിഞ്ഞാൽ സാറിനെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലർ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, ചില ടീച്ചർമാർ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, പെട്ടെന്ന് വയലന്റ് ആവും ക്ലാസ്സിൽ. എന്ന് വെച്ചാൽ പിള്ളേർക്ക് പ്രൊവോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം കിട്ടും. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സ് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രൊവോക്ക് ആയി കുറച്ച് ഷൗട്ട് ചെയ്യുമ്പോൾ പിള്ളേർ പേടിച്ച് മിണ്ടാണ്ടിരിക്കുന്നത്. അത് വെറുതെ ഒരു സൈഡിൽ നിന്ന് പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിൽ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പിള്ളേർ കിടന്ന് ഷൗട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ടീച്ചറിന്റെ എനർജി മാക്സിമം ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കുക. അല്ലാതെ ഒരിക്കലും നമുക്കൊരു പ്രഷർ ചെയ്ത് ഒരു സ്റ്റുഡന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ടീമിനെതിരെ നമ്മൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഉറപ്പായിട്ട് നമുക്ക് ആ ഫ്ലോയെ നമുക്ക് എതിർത്തുന്ന ഞാൻ പറയുകയാണെങ്കിൽ ഒരു പുഴ ഒഴുകി വരുന്നുണ്ടാ, നമുക്ക് ആ പുഴ ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ഒരു ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ആ ഒരു എനർജിയെ ഡൈവേർട്ട് ചെയ്ത് വിടാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റുമെങ്കിൽ അതേ നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം ഇത് ഉറപ്പായിട്ട് നമ്മളൊരു ടീമിനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ ഒരാളാണ്, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം. പിന്നെ അതുപോലെ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു മീമായിരിക്കും,
ഒരു സാറ് ഭയങ്കര ടയേർഡായിട്ട് വന്ന് ഒരു ക്ലാസ്സിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ സാറ് ആ ടയർഡ്നെസ് ഒക്കെ മാറ്റി ചിരിച്ചായിരിക്കും ആ ക്ലാസ്സിലോട്ട് കയറുന്നത്. കാരണം അങ്ങനെ നമ്മൾ കയറിയാലേ നമ്മൾക്ക് ആ സ്റ്റുഡൻസിന് നമ്മുടെ ഒരു എനർജി, ഈ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സാധനം, ഇത് നമ്മൾ കൊടുത്താലേ നമുക്ക് തിരിച്ച് പോസിറ്റീവായിട്ടുള്ള ഇത് കിട്ടത്തുള്ളൂ. ഇപ്പം എനിക്ക് മിക്കവാറും ഉണ്ടാകുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര നടുവേദന വരും, ഭയങ്കരമായിട്ട് നടുവേദന വരും, നടു ഇങ്ങനെ കുത്തി വലിക്കുന്നോട്ടുള്ള വേദന വരുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ഫിഫ്ത്ത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ചിലപ്പോൾ ഫിഫ്ത്ത് പീരീഡിൽ കയറി ചിലപ്പോൾ ഒട്ടും നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ നടുവിലൊക്കെ കൈയൊക്കെ പിടിച്ച് പിള്ളേർക്ക് മനസ്സിലാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങ് നിൽക്കും ക്ലാസ്സിൽ. അത് അന്നേരം അവർക്കൊരു എനർജിയാണ്. ഞാനിപ്പോ എന്റെ നടുവേദന ഇറിറ്റേറ്റഡ് ആയിട്ട് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികളും കൂടുതൽ ഇറിറ്റേറ്റഡ് ആകത്തേ ഉള്ളൂ. അതുപോലെ അവർക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിലേ എല്ലാ മനുഷ്യനും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യത്തുള്ളൂ. അല്ലാതെ എത്ര വേറൊരാൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവരത് നിർത്തും. നമ്മൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണർത്തുക. എന്തുകൊണ്ട് അവൻ ഇത് പഠിക്കണം, പഠിച്ചാൽ എന്താണ് ആ കുട്ടിക്ക് ബെനിഫിറ്റ് ഉള്ളത് എന്നാ കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ കുട്ടി ക്ലാസ് നന്നായിട്ട് പെർഫോം ചെയ്യും, നന്നായിട്ട് അത് ബെറ്റർ ആക്കും. ഇഷ്ടമല്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അത് ബെറ്റർ ആക്കും. ഇത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ പോലും നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ് പോലും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്ട് പഠിക്കാതിരിക്കും. പക്ഷെ അതേസമയം നമുക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്ട് പോലും നല്ലൊരു ടീച്ചർ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ടീച്ചർ വന്നാൽ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടീച്ചറിനെ കാണിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. അതെ, ജെഫിൻ പറഞ്ഞ ഈ ഒരു കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ കയറുമ്പോൾ ഉള്ള ഒരു മൂഡ് ചേഞ്ച്. കാരണം അതിന് മുമ്പ് എന്തൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ക്ലാസ്സിൽ കയറി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ അതിന് മുമ്പ് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ ക്ലാസ് ഞാൻ എൻജോയ് ചെയ്യും, ടീച്ചിങ് എന്നുള്ള ഒരു പ്രോസസ് ഞാൻ എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളോട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള കാര്യം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുട്ടികൾ ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് എല്ലാവരോടും ഒന്ന് സൈലൻസ് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാ ഇവിടെ വന്നേക്കുന്നത് ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാന്ന് ചോദിച്ചു, ഞാൻ എന്തിനാ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നതെന്ന് ചോദിച്ചു. പഠിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് വേസ് ഉണ്ട്, എനിക്ക് വേറൊരു ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാം, എനിക്കൊരു ഓൺലൈൻ ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കാം, അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ എന്തിനാ നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയാണ് ടീച്ചർ ഇന്ന് ഈ ക്ലാസ് നിൽക്കുന്നത്. അന്നേരം തൊട്ട് ആ പീരീഡ് എന്താവുന്നത് വരെ അവർ സൈലന്റ് ആയിരുന്നു. നെക്സ്റ്റ് പീരീഡിൽ ഇത് മറക്കും, അത് ഉറപ്പാണ്, വീണ്ടും നമ്മൾ ഒന്ന് ഓർമ്മിപ്പിക്കണം. അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്, നമ്മൾ അവർക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മളുടെ ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. ചിലരുടെ ക്ലാസ് നമ്മൾ പോയി കഴിഞ്ഞ് ജനലിൽ കൂടെ നോക്കി കഴിയുമ്പോഴേക്കും ടീച്ചർ ഉണ്ടോ അവിടെയെന്ന് നമുക്ക് സംശയം തോന്നും, അതുമാതിരി ബഹളമായിരിക്കും. പക്ഷെ ചില ക്ലാസ്സിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ഒരു ക്ലാസ് ഒരിക്കലും പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല, അവിടെ ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാതെ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിന് ഒരുപാട് അവരുണ്ടാക്കുന്ന സൗണ്ടിനും മുകളിൽ സൗണ്ട് എടുത്ത് അവരെ അടക്കി വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണയാണ്, നമ്മളെ കൊണ്ട് നടക്കില്ല. അവർ വീണ്ടും അതിനെക്കാട്ടിൽ കൂടുതൽ സൗണ്ട് എടുത്ത് നമ്മുടെ സൗണ്ട് അവിടെ കുറയ്ക്കത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാതെ അവർക്ക് എന്താണ് ആ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എനിക്കത് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്കായിരുന്നു ഒരു ബ്ലെയിം വരുന്നത്, എന്താ ഞാൻ പഠിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്ലെയിം വരുന്നത് എന്റെ തലയ്ക്കലായിരുന്നു. പക്ഷെ ഇപ്പൊ പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴും ആ ബ്ലെയിം വരുന്നത് ടീച്ചറുടെ തലയ്ക്കലാണ്. അതായത് കുട്ടി പഠിച്ചില്ലെങ്കിലും അത് ടീച്ചറിന്റെ ഒരു ടീച്ചർ എഫിഷ്യന്റ് അല്ല, അതുകൊണ്ടാണ് അത് നടക്കാത്തത്. എപ്പോഴും ടീച്ചേഴ്സിനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും, കുട്ടിക്കാണെന്നുണ്ടെങ്കിലും അതൊക്കെ, പേരന്റിനാണെന്നുണ്ടെങ്കിലും അതൊക്കെ, ഈവൻ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിനാണെങ്കിലും അതൊക്കെ. അതായത് ടീച്ചർ എഫിഷ്യന്റ് അല്ല, അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് ഇല്ലാതെ. അത് ഭയങ്കര ഈസി കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ടീച്ചറിനെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടീച്ചറിന് ഒരു ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നുള്ളൊരു രീതി. ശരിക്കും അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ ഒരു കാര്യത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന സൊല്യൂഷൻ എത്രത്തോളം നല്ലതാണ്. ഇപ്പൊ നമുക്ക് കുട്ടികളെ വഴക്ക് പറയാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല, കുട്ടികളെ അടിക്കണമെന്നോ തല്ലണമെന്നോ ഒന്നും ആരും പറയുന്നില്ല. പക്ഷെ അവർക്ക് ചെറിയ ചെറിയ പണിഷ്മെന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ പേടിയോ ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല. നമ്മൾ പിന്നെ ഹോംവർക്ക് ചെയ്തില്ലേ, ഓ ശരി എന്നാ പിന്നെ അവിടെ നമ്മള് അങ്ങനെ അങ്ങ് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ഒരു സീരിയസ്നെസ്. നമ്മൾ ക്ലാസ്സിൽ ഒരു 2 പ്രോബ്ലം ചെയ്തു, ആ സെയിം ഒരു പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് ചെയ്തു കൊടുത്തു. ആ കുട്ടിക്ക് അത് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് പോയി വീട്ടിൽ ഇരുന്ന് ചെയ്തിട്ട് വരാൻ നമ്മൾ പറയും. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അവിടെ നടക്കുക? ആ ഒരു കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കറക്റ്റ് ആണ് ജിൽബി, കറക്റ്റ് ആണ്. നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലാസ്റ്റ് നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നു. അതായത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലെയിമിംഗ് ആണ്. ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും ഈസി കാര്യം ബ്ലെയിമിംഗ് ആണ്. അത് നമ്മൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആരും ബ്ലെയിം ചെയ്യാത്തത്. ഇപ്പൊ നമ്മൾ കുട്ടിയെ ബ്ലെയിം ചെയ്താൽ അതൊരു വലിയ ഒഫൻസാണ്. നമ്മൾ പേരൻസിനെ ബ്ലെയിം ചെയ്താൽ അതും വലിയ കുറ്റമാണ്. നമ്മൾ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ബ്ലെയിം ചെയ്താൽ അതും പ്രശ്നമാണ്. ഈ പ്രശ്നം ഒന്നും വരാത്ത ഒരു കുട്ടി ടീച്ചേഴ്സാണ്. സോ എല്ലാവർക്കും ബ്ലെയിം ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമാർഗം ടീച്ചറാണ്. കുട്ടികൾ പറയും ടീച്ചർ പഠിപ്പിച്ചില്ല, പേരൻസ് പറയും ടീച്ചർ ശ്രദ്ധിക്കാഞ്ഞിട്ടാ.
ഇപ്പൊ മാനേജ്മെന്റും പറയും ഓക്കെ അപ്പൊ ടീച്ചറിന്റെ കുഴപ്പമായിരിക്കും, കുട്ടി നല്ല ബെസ്റ്റ് ആണല്ലോ, സോ അതായിരിക്കും. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ബ്ലെയിമിങ്സും വന്ന് നിൽക്കുന്നത് ടീച്ചറിന്റെ, അതാണ് ഈസി. അതാകുമ്പം പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ പ്രശ്നത്തെ അങ്ങ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ബ്ലെയിമിങ് എപ്പോഴും ടീച്ചേഴ്സിന്റെ നേരെ വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം എനിക്കാണെങ്കിലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സിൽ കൊച്ചുകുട്ടികളാകുമ്പോൾ അവർ ശ്രദ്ധിച്ചിരിക്കും. കൊച്ചുകുട്ടികളാകുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ മീനിങ് ഉള്ള അവർ ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ഇച്ചിരി ഹൈസ്കൂൾ സെക്ഷനിലേക്ക് വരുമ്പോഴുണ്ടല്ലോ ഈ അവർ മിണ്ടാതിരിക്കാന്ന് വെച്ചാൽ അവർ കണ്ണു തുറന്ന് ഉറങ്ങുകയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകത്താണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡിസ്കഷനാണ് ഇഷ്ടം. ഞാൻ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കുന്നത്. അപ്പം ഒരു നമ്മളിപ്പോൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാവരും ചിലർ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ സിനിമ കാണുന്ന പോലെ ഇരിക്കും. ആൻഡ് അതൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അവിടെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു അവിടെ ഒരു എനർജി കൺവേർഷൻ ഒന്നും നടക്കുന്നില്ല. അവിടെ ജസ്റ്റ് ഒരു ടീച്ചർ നിൽക്കുന്നു, ലെക്ചർ മെത്തേഡ് പോലെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ടീച്ചറിന്റെ എനർജി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ഉണ്ടല്ലോ നമ്മൾ ഈ പഠിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ നേരെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മളും ചിന്തിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ മാത്രം നിൽക്കുന്നു, കുറെ കാര്യങ്ങൾ പറയുന്നു, അവരെല്ലാവരും മിണ്ടാണ്ടിരുന്ന് കേൾക്കുന്നു, നമ്മൾ ബോർഡിൽ എഴുതുന്നു, അവർ കോപ്പി ചെയ്യുന്നു. അവിടെ എനിക്ക് തോന്നുന്നില്ല അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് നടക്കുന്നുള്ളതായിട്ട്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവരും കൂടി എൻഗേജ്ഡ് ആയാൽ മാത്രമേ അതൊരു എന്താ പറയാ അവിടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ മാത്രം നിന്ന് സംസാരിക്കുമ്പോൾ എനിക്കത് വലിയ കംപ്ലീറ്റ് ആയിട്ട് തോന്നാറില്ല എൻ്റെ ഒരു ഭാഗത്തുനിന്ന്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക്, അപ്പോഴൊരു എനർജി അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ജിൽബി പറഞ്ഞ പോലെ തന്നെ എന്തിനാ ഇത് പഠിക്കുന്നതെന്നുള്ളത് അത്യാവശ്യം മീനിങ് ഫുൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അവര് ശ്രദ്ധിക്കും. ജിൽബി പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആണ്. ചിലപ്പോൾ ആ ക്ലാസ് കഴിയുമ്പം അവർ ആ ടോപ്പിക്ക് മറക്കും. പക്ഷെ എന്നിരുന്നാലും അവർ ഒരു സെക്കൻഡ് ആലോചിക്കുമല്ലോ, അല്ലെങ്കിൽ മാം എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഓക്കെ നമുക്ക് വേണ്ടി മിണ്ടാതിരിക്കാം, കേൾക്കാം എന്നുള്ളൊരിത്. അപ്പോ അപ്രകാരം ഒന്ന് ചിന്തിക്കാനെങ്കിലും അവർക്ക് പറ്റുമല്ലോ. നമ്മൾ എന്തിനാണ് ശരിക്കും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇവരെ കാണാതെ പഠിച്ചു, മാർക്ക് എഴുതി, മാർക്ക് കിട്ടി, അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ അവർ +1 +2, അത് കഴിഞ്ഞ് അടുത്തത് ഡിഗ്രി, അങ്ങനെ ഒരു സ്റ്റെപ്പ് ലോകം എല്ലായിടത്തും പോകുന്ന പോലെ ഇവരും പോകാനല്ല. ഇവരെ സത്യം പറഞ്ഞാൽ ഇവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ആസ് എ ടീച്ചേഴ്സ്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിവുള്ള ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവർ ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ലോകം മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. ചിന്തിക്കാതെ എല്ലാവരും പോകുന്ന ഒരേ പാതയിൽ ഇവരും പോയി കഴിഞ്ഞാൽ ഓക്കെ ഇത് കഴിഞ്ഞു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഓക്കെ ഡിഗ്രി, അങ്ങനെ ഓരോ സെക്ഷൻ സെയിം റിപ്പീറ്റിംഗ് തിങ്സ്. ചിന്തിക്കുന്നവർക്ക് മാത്രമേ പുതിയ വാതിലുകൾ തുറക്കാൻ പറ്റുള്ളൂ. ചിന്തിക്കുന്നവർക്ക് മാത്രമേ പുതിയ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ, പുതിയ ഡൗട്ട്സ് വരത്തുള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ജെഫിൻ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ ടീച്ചേഴ്സിന് പേടിയാ. എങ്ങാനും നമുക്ക് അറിയാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ എന്നൊരു പേടിയാ. അങ്ങനെയൊക്കെയുള്ള പേടികളാണ്. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, നമുക്കറിയില്ലെങ്കിൽ അറിയില്ല മോനെ നോക്കിയിട്ട് പറയും. അതിനെന്ത്, എല്ലാം അറിയാവുന്നവരാണോ എല്ലാവരും? ഒരിക്കലും അല്ല. ഇപ്പൊ അവർക്കും അറിയാം അറിവുകൾക്ക് പരിമിതികൾ ഉണ്ടെന്ന്, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിന്തിക്കാൻ കഴിവുള്ള ഒരു തലമുറ അത് മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ബേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും നല്ലത്. ആ ഒരു എനർജി അങ്ങോട്ട് കൊടുക്കുകയും വാങ്ങുകയും അങ്ങനെ അവർക്കത് മനസ്സിലാവണം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് പേപ്പേഴ്സ് അല്ല, ബ്രെയിൻ വർക്ക് ആണെന്നുള്ളത്, അല്ലെങ്കിൽ ചിന്തിക്കണം എന്നുള്ളത് അവർക്കൂടെ മനസ്സിലാവണം എന്നെനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ക്ലാസ് എന്ന് പറയുന്നത് തന്നെ ഒരു കോൺവെർസേഷൻ മൂഡിൽ പോകേണ്ട ഒന്നാണ്. അതായത് ടീച്ചർ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നു, അപ്പൊ കുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിൽ നിന്ന് അവർക്ക് ഒരു ക്യൂരിയോസിറ്റി വരുന്നു, അതൊരു ചോദ്യമായിട്ട് തിരിച്ചു വരണം. എന്തുകൊണ്ട്, വൈ എന്നുള്ള ചോദ്യം വന്നാൽ നമുക്ക് മനസ്സിലാവും ഇവരിത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന്. ജാസ്മിൻ പറഞ്ഞോട്ട് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് അല്ലെങ്കിൽ ഒരു ഡെഡ് സൈലൻസ് എന്ന് പറയുന്നത് കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തന്നെ അതിന്റെ അർത്ഥം. കാരണം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പറയുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്. പിന്നെ ചോദ്യം ചോദിക്കുന്നവരെ എന്നും പേടിയായിരിക്കും ആൾക്കാർക്ക്. കാരണം ഈ പറഞ്ഞുകൂട്ട് ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ സിറ്റുവേഷൻ കൊണ്ടാവാം അവർക്ക് ഒരു ലോഡ് വർക്ക് കിടക്കുന്നതിന്റെ അകത്ത് നിന്ന് ഇപ്പൊ നമ്മൾ ഒരു ആശാരിയെ വിളിച്ചു, നമ്മളൊരു കസേര പണിയാൻ വേണ്ടി ഒരു ആശാരിയെ വിളിച്ചിട്ട് ആ ആശാരിയും കൊണ്ട് തന്നെ നമ്മൾ വീടിന്റെ തേപ്പ് നടത്തുന്നു, വീട്ടിലെ ഇലക്ട്രിക്കൽ വർക്ക് നടത്തുന്നു, പ്ലംബിംഗ് വർക്ക് നടത്തുന്നു. ഇതേ സെയിം അവസ്ഥയിലാണ് ഒരു ടീച്ചർ ഇന്നൊരു സ്കൂളിൽ പോകുന്നത്. നമ്മളൊരു ടീച്ചറിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ടീച്ചറിനെ ഹയർ ചെയ്യുന്നതാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ സിറ്റുവേഷൻസ് കാരണം അവർ ക്ലറിക്കൽ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്, അവര് ബാക്കി ഓഫീസ് വർക്കുകൾ ചെയ്യുന്നുണ്ട്, എന്നാണ് ക്ലറിക്കൽ വർക്ക്. ബാക്കിയുള്ള വർക്കുകളെല്ലാം ഈ ടീച്ചേഴ്സ് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്നത്. അപ്പൊ അവർക്ക് ആ ടീച്ചിങ് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ ഭയങ്കരമായിട്ട് മാറിപ്പോകും. കാരണം അവർക്ക് ഈ വർക്കുകൾ ഒന്നും തീർത്തില്ലെങ്കിൽ അവർക്ക് അവരുടെ സാലറി കിട്ടത്തില്ല. ഇപ്പം പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ ഈ എക്സ്ട്രാ വർക്കുകൾ, ഈ എന്താ പറയുന്നത് ഡോക്യുമെന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഗവൺമെന്റ് സ്കൂളിൽ വരുമ്പോൾ ഇപ്പം ഇലക്ഷൻ ഡ്യൂട്ടി അതുപോലത്തെ കുറെ ഡ്യൂട്ടികൾ അവർക്ക് വരും, ക്ലറിക്കൽ വർക്ക്. പിന്നെ ഇപ്പം ഇവന്റ്സുകൾ നടക്കുവാണെങ്കിൽ അതിന്റെ തന്നെ ഡോക്യുമെന്റ് എൻട്രിങ്ങും അങ്ങനത്തെ കുറെ വർക്കുകൾ അവർക്ക് വരുന്നുണ്ട്.
അതുപോലെ എന്താ പറയുന്നത്, കുട്ടികളുടെ ഡേറ്റാസ് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയ പിള്ളേരെ പിടിക്കാൻ നടക്കണം, എന്തെങ്കിലും ഒരു ഇത് വന്ന് കുട്ടികൾ പോകുമെന്നുള്ള പേടി വരും. അങ്ങനെ അവരെപ്പോഴും ഒരു പ്രഷറിലാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് അവരുടേതായ ക്രിയേറ്റിവിറ്റിക്ക് വിട്ടുകൊടുക്കുമ്പോഴേ അവരുടെ ഒരു മാക്സിമം അവരുടെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിനെ നമ്മൾ എത്രയും കൺസ്ട്രെയിൻ ചെയ്ത് വെക്കുന്നോ അപ്പൊ ആ മനുഷ്യൻ ചെയ്യുന്നതിന് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടായിരിക്കും. അയാളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പിന്നെ അയാൾക്ക് അതിനോടൊരു നെഗറ്റീവ് അപ്രോച്ച് ആയിരിക്കും. അങ്ങനെ ആദ്യമൊക്കെ കഷ്ടപ്പെട്ട് നിൽക്കുമെങ്കിലും പിന്നെ ഒരേ കാര്യം, ഈ ടീച്ചേഴ്സിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഒരു കാര്യം തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന കുട്ടികൾക്ക് ഇത് പുതിയ കാര്യവും പഠിപ്പിച്ച് ഇപ്പൊ ടീച്ചർ 2 വർഷം പഠിപ്പിച്ചേക്ക് അവർക്ക് ഈ ആവർത്തന വിരസത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്ന അതിനോടൊരു മടുപ്പ് തോന്നും. ടീച്ചറിന് അറിയാം, ഫ്രണ്ടിൽ വരുന്ന കുട്ടിക്ക് ഇത് അറിയത്തുമില്ല. ഇങ്ങനെ അതിന്റെ കൂടി നെഗറ്റീവ് ഒരു അനുഭവത്തിൽ നിൽക്കുന്ന ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചറിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ കുറയും. കാരണം ടീച്ചറിന് ഓൾറെഡി ഇത് പറഞ്ഞു മടുത്തു. കേൾക്കുന്ന കുട്ടിക്ക് ഇത് പുതിയൊരു കാര്യമായിരിക്കും. പക്ഷെ ടീച്ചറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഇതെന്ത് ഇവന് മനസ്സിലാകത്തേ എന്നുള്ള തോട്ട് പ്രോസസ്സിലോട്ട് പോകും. അത് മിക്കവാറും ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ആ ടീച്ചർ ആ പ്രഷറിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ടീച്ചറിന്റെ പ്രൊഡക്ടിവിറ്റി വർക്ക് ആകാത്തത്. അതുകൊണ്ടാണ് ആ ടീച്ചർ ഇത് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ അവർ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കൂടുതലും കണ്ടുവരുന്നത്. ഒരു ടീച്ചർ ആളുടെ ഫുൾ ഒരു കാലിബറും ഫുൾ ഒരു എഫേർട്ടും എല്ലാം ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് എത്രത്തോളം നല്ല എഫക്റ്റീവ് ആയിട്ട് എടുക്കാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും. നമ്മളൊക്കെ ലെസൺ പ്ലാൻ എഴുതും. ലെസൺ പ്ലാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഭയങ്കര സംശയമാണ്. കാരണം നമ്മൾ ആ എഴുതി വെക്കുന്നത് പോലെ ഒരിക്കലും നമുക്ക് ആ ക്ലാസ് നടത്താൻ പറ്റില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ക്ലാസ്സിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഒരു ടോപ്പിക് ഇതൊന്നും ഇല്ലാതെ നമുക്ക് ക്ലാസ് നടത്താൻ പറ്റും. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്ത് ക്ലാസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് എപ്പോഴും നമ്മളിങ്ങനെ ബോർഡിൽ ചോക്കും ബോർഡും മാത്രം യൂസ് ചെയ്ത് ഒരു ഡിസ്കഷൻ മെത്തേഡിൽ എപ്പോഴും പോകുന്നതിനെക്കാട്ടി ചിലപ്പോൾ അവർക്ക് ഒരു വീഡിയോ കാണുമ്പോഴോ ഓഡിയോ കാണുമ്പോഴോ ഒക്കെ അവരുടെ ഒരു സെൻസറി എഫക്ട്സ് മാറുമ്പോൾ അവരുടെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് മാറും. ഇതൊക്കെ നമ്മൾ ഒരു ക്ലാസ്സിന് വേണ്ടി ചെയ്യുന്ന എക്സ്ട്രാ എഫേർട്സ് ആണ്. ഈ എക്സ്ട്രാ എഫേർട്സ് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്, അതായത് ഇപ്പൊ ജെഫിൻ പറഞ്ഞ ഈ ക്ലറിക്കൽ വർക്ക്സ്, ഇവിടെ വന്നപ്പോ എന്റെ ഒരേ ഒരു പ്രാർത്ഥന ക്ലാസ് ടീച്ചർ ആയിരിക്കല്ലേ ഒരു ക്ലാസ്സിന്റെ എന്നായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ ഒരു ക്ലാസ് കിട്ടുകയും ചെയ്തു. കാരണം ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മണ്ടയ്ക്ക് കുറെ ഡ്യൂട്ടീസ് വരികയാണ്. അറ്റൻഡൻസ്, മെയിന്റനൻസ്, ID കാർഡ്, യൂണിഫോം, ഷൂസ്, ഇതിന്റെ ഒക്കെ പുറകെ നമ്മൾ നടക്കണം. കുട്ടികളുടെ എല്ലാം ഡേറ്റാസ് കളക്ട് ചെയ്യണം, അത് എൻ്റർ ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് വർക്ക്സ് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, സ്കൂൾ അസംബ്ലി എന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ഈ ക്ലാസ്. അപ്പൊ നമ്മള് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യും. ഈ ക്ലാസ്സിൽ കോംപ്രമൈസ്, കണ്ടന്റ് അറിയാം, നമ്മളത് പോയി പഠിപ്പിക്കും. ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ അറിയാം, നമ്മളത് പോയി പഠിപ്പിക്കും. പക്ഷെ അത് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസോ വീഡിയോസോ ഓഡിയോസോ എന്തെങ്കിലും അനിമേഷനോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എഫക്റ്റീവ് ആയിട്ട് കുറച്ചും കൂടെ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ലെങ്കിൽ അതിന് കാരണം നമുക്ക് അതിനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. നമുക്ക് എന്റെ ഒരു വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ എന്റെ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളത്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം അവരെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നതാണ് എന്റെ എനർജി ഫുൾ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ എഫക്റ്റീവായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു എനർജി മൊത്തം നമ്മൾ മറ്റൊരു കാര്യം, മറ്റു ഈ എഴുത്തുകൂത്ത് പരിപാടികൾക്കൊക്കെ ഇങ്ങനെ ചെലവാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി അവിടെ ലോസ് ആവും. ഇത് ഇപ്പം നമ്മൾ ഇത് ഒരു സ്കൂളിൽ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, പല സ്കൂളിലും. അതുകൊണ്ടാണ് ഈ ട്രോൾസ് ഒക്കെ വരുന്നത്. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് ഇങ്ങനെ ട്രോൾസ് ഒക്കെ വരുന്നത് തന്നെ. എല്ലാവർക്കും എല്ലാ സ്കൂളിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. അപ്പൊ എങ്ങനെ അത് എഫക്റ്റീവ് ആയിട്ട് നമുക്കൊരു ടാക്കിൾ ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള എക്സ്ട്രാ വർക്ക്സ് ഒക്കെ കുറച്ച് എഫക്റ്റീവ് ആയിട്ട് ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എഫക്റ്റീവ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ നോട്ട്ബുക്സ് കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത് അവർക്ക് കറക്ഷൻ ചെയ്ത് കൊടുത്തില്ല, അവർക്ക് ആവശ്യമുള്ള സമയത്തിന് ഫീഡ്ബാക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർ നെക്സ്റ്റ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാർക്സ് എത്രയാണ്, അത് നമ്മൾ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ, പല വർക്ക്സ് കാരണം നമ്മൾ അത് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫീഡ്ബാക്കിനെ മുന്നോട്ടുള്ള പഠനത്തിന് അതൊക്കെ ബാധിക്കും. അപ്പൊ എങ്ങനെ നമുക്കിത് എഫക്റ്റീവ് ആയിട്ട് ടാക്കിൾ ചെയ്യാം എന്നുള്ളത് ഓരോ സ്കൂൾസും മാനേജ്മെന്റും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സമയങ്ങളാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്, മറ്റുള്ള പ്രോഗ്രാമിലേക്ക് പോയി. അതാണ് എനർജി എന്ന് ഞാൻ മുമ്പേയും പറഞ്ഞു. നമ്മൾ വേറൊരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ കുറെ എഫേർട്ട് അവിടെ എടുക്കും. കാരണം ചിലപ്പോ ഇപ്പൊ ഞാൻ പറയട്ടെ, ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ബേസ്ഡ് ആയിരിക്കും. അപ്പൊ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോയാൽ അത് വളരെ പ്രത്യക്ഷമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് ചുമ്മാ ഉടായ്പ കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്താലേ അത് കാണണമല്ലോ, ദൃശ്യമാണല്ലോ. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് കാണണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എഫേർട്ട് എടുക്കണം. ക്ലാസ് റൂമിനകത്താകുമ്പോൾ ആരും കാണുന്നില്ലല്ലോ, ഉഴപ്പാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയാണ് കമ്പാരിസൺ വരുന്നത്.
ഇപ്പോൾ ഒരുപക്ഷെ തുടക്കത്തിന്റെ ആവേശത്തിൽ നമ്മൾ ഈ തുടക്കക്കാർ ചിലപ്പം എല്ലായിടത്തും നല്ല ആവേശം കാണിക്കുമെങ്കിലും പോകെ പോകെ ചിലപ്പോൾ ആവേശം കെട്ടടയാൻ ചാൻസ് ഉണ്ട്. അതിനൊരു കാരണമായേക്കാം ഇത് ഓവർലോഡ് എന്ന് പറയുന്നത്. ഓവർലോഡ് ഒരുപാടായി കഴിയുമ്പം പിള്ളേർ ഇനിയിപ്പം എങ്ങനെയും പഠിച്ചോളും, എന്തായാലും അവർ ട്യൂഷനൊക്കെ പോകുന്നുണ്ടല്ലോ, പഠിച്ചോളും. പിന്നെ കുറെ ആയി എല്ലാത്തിനും എന്തായാലും ടീച്ചറിനെ ബ്ലെയിം ചെയ്യുന്നത്, എങ്കിൽ പിന്നെ ഇനി കേൾക്കാതിരുന്നിട്ട് ബ്ലെയിം ചെയ്യാം. അതായത് കുറെ കാലം നമ്മൾ ഈ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ഈ ബ്ലെയിം കേട്ടെ പിന്നെ പിന്നെ നമുക്കതൊരു പ്രശ്നമല്ലാണ്ടാവും. നമ്മൾ തന്നെ ഉഴപ്പാൻ തുടങ്ങും. എന്തായാലും എന്നെ ബ്ലെയിം ചെയ്യല്ലേ, എങ്കിൽ പിന്നെ ഞാൻ കുറച്ച് തെറ്റ് ചെയ്തിട്ട് എന്നെ ബ്ലെയിം ചെയ്യട്ടെ എന്നൊക്കെ ചിലപ്പോൾ ടീച്ചേഴ്സ് ചിന്തിച്ചു എന്ന് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാം. അപ്പൊ അവിടെ പറ്റുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഈ ടീച്ചേഴ്സിന്റെ വാശി ജയിക്കും. ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് കാരണം ആ സമയത്ത് അങ്ങനെയൊക്കെ പറ്റുമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ ഒരു തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവിയാണ് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഒരു തീരുമാനത്തിലൂടെ നമ്മൾ മാറ്റിമറിച്ച് കളയുന്നത്. അപ്പം ഞാൻ മൊത്തത്തിൽ ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞതല്ല, അവരുടെ ആ സിറ്റുവേഷൻ കൊണ്ട് അവർ ആ ഒരു വഴി തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. അവർക്ക് അതേ പറ്റുള്ളൂ. കാരണം അവരത്രയ്ക്കും നല്ല തിരക്കിലായി പോവുകയാണ്. മറ്റുള്ള തിരക്കുകളൂടി വരുമ്പോൾ അവർക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഇനി എനിക്ക് അതുകൂടെ വയ്യ എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് എത്തുകയാണ് അവർ. ഇനി എനിക്ക് അതുകൂടെ വയ്യ, എന്തായാലും ഇത് ഇത്രയും നടന്നില്ല, ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുക. ഇത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പം ചില കാര്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇട്ട് കഴിയുമ്പോൾ, ഒരുപാട് എഫേർട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് മതി എന്ന് തോന്നുന്നിടത്ത് നമ്മൾ പിന്നെ എഫേർട്ട് ഇടാണ്ടാവും. അങ്ങനെ ആ കുട്ടികളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒരു പക്ഷേ നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനത്തിന്റെ മൂലമാവാം. എന്നാലും പൂർണ്ണമായിട്ടും അധ്യാപകരെ കുറ്റം പറയാൻ അവിടെ കഴിയില്ല. അവരുടെ ആ വർക്ക് പ്രഷർ കൊണ്ടാണ് അവരെങ്ങനെയായി പോകുന്നത്. മനുഷ്യരല്ലേ, അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചേക്കാം. അതെ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം. ഒരു പ്രൊഡക്ടിവിറ്റി ഒരു ആൾക്ക് അയാളുടേതായ രീതിയിൽ ചിന്തിക്കാനും അയാളുടേതായ രീതിയിൽ ക്രിയേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാനും. ഈയിടയ്ക്ക് റീൽസിൽ കാണുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു യങ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. പുള്ളി ഒരു LP സെക്ഷനിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഏജ് ഒക്കെ കാണത്തുള്ളൂ. പുള്ളി വളരെ ക്രിയേറ്റീവായിട്ടാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് കുട്ടികളെ. ഇപ്പം ഈ പുതിയ NEP ഒക്കെ വരുന്നതിന് മുമ്പേ അത് ചെയ്തു തുടങ്ങി. ഇപ്പം ഭയങ്കര ക്രിയേറ്റീവായിട്ട് പിള്ളേരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒത്തിരി സ്കൂളുകളും ഒക്കെ അതിപ്പോൾ ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ. പക്ഷെ പുള്ളി അത് കുറെ ആക്ടിവിറ്റീസും കുറെ കാര്യങ്ങളും എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. വളരെ ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു അധ്യാപകൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ടീച്ചേഴ്സിന്റേതായ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം കൊടുക്കണം. അത് മോസ്റ്റ് ഓഫ് ദി കേസസിലും നടക്കാറില്ല. കാരണം ഈ പറഞ്ഞുകൊണ്ട് ആദ്യമൊക്കെ നമ്മൾ കയറുമ്പോൾ ഈ ചോരത്തിളപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന ടാസ്കുകളൊക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്ലെയിം ചെയ്യപ്പെടുകയാണ്. ഈവൻ ദോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ ബ്ലെയിം ചെയ്യപ്പെടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. എന്തായാലും ഞാൻ കുറ്റം കേൾക്കുന്നുണ്ട്, എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ മതി. കുറ്റവും ആവുന്നുണ്ട്, എന്നാ പിന്നെ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ മതി എന്നുള്ള. പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു കാര്യമാണ് ഈ ആവർത്തന വിരസത എന്ന് പറയുന്ന കാര്യം. സെയിം കാര്യം തന്നെ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുമ്പോൾ പുതിയതായിട്ടൊന്നും അതിൻ്റെ അത് വരുന്നില്ല. ഈ സ്കൂളുകൾ കൂടുതലും ശ്രമിക്കുന്നത് അവരുടെ ഒരു പേര് നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഒരിതോ അല്ലെങ്കിൽ കുട്ടിക്ക് എഫക്റ്റീവായിട്ട് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നതോ ഒന്നും അല്ല. അങ്ങനെ തുടങ്ങുന്ന സ്ഥാപനങ്ങൾ പോലും പിന്നെ അത് ഈ ഒരു എന്താ പറയുക ഒരു ബിസിനസ് എന്നുള്ള മൈൻഡിലോട്ട് അങ്ങ് മാറിപ്പോവാം. അങ്ങനെ മാറിപ്പോകുമ്പോഴാണ് ഈ പ്രശ്നം മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. അപ്പം എന്താ പറയുന്നത് ഫ്ലെക്സുകളിൽ വരുന്ന ഫോട്ടോകളുടെ എണ്ണക്കൂടുതലിലേക്ക് അവരുടെ ശ്രദ്ധകൾ മാറും. ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു റിസൾട്ടിനേക്കാളും. പക്ഷെ ഇന്ന് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് വരുന്നുണ്ട്. ഇപ്പൊ US തന്നെ ഒരു യങ്സ്റ്റർ, എനിക്കൊന്നൊരു 20 years മറ്റുള്ള ഒരു വ്യക്തി തുടങ്ങിയ ഒരു സ്കൂളുണ്ട്. അവിടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുന്നത് ഒരു ഗൈഡ് പോലെ മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട എംപതി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇതായിട്ട് ടീച്ചേഴ്സ്. അവരുടെ എഡ്യൂക്കേഷൻ മുഴുവൻ നടക്കുന്ന AI ത്രൂ ആണ്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. പക്ഷെ അവർ എഡ്യൂക്കേഷൻ നടക്കുന്ന AI ആണ്. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുത്ത് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ പഠിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എന്താ പറയുക അവരുടെ നീഡിനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. മറ്റേ നമ്മളൊരു കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായ സമയത്ത് പുതിയ വർക്കേഴ്സിനെ, പുതിയ സ്കില്ലുള്ള വർക്കേഴ്സിനെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇൻഡസ്ട്രി ആർക്കും പറ്റില്ല. അതിന് മുമ്പ് ഫാമേഴ്സും അങ്ങനെയുള്ള എന്താ പറയുന്നത് ബ്ലൂ കോളർ ജോബ്സ് ആയിരുന്നല്ലോ കൂടുതലും ഉണ്ടായിരുന്നത്. പുതിയ ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഗ്ലോറിഫൈഡ് സ്ലേവറിയിലേക്ക് ആൾക്കാരെ മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്തു വന്നത്. മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങളിലും ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ ഒരു എന്താ പറയുന്നത് ആ ഒരു ഫ്ലോക്കിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറി പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ പിടിച്ച ട്രാക്കിലേക്ക് ഇടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ആ വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റിയോ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റിയോ ഒന്നും അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല. ടീച്ചേഴ്സിനാണെങ്കിലും പറ്റുന്ന ഇതേ സെയിം കാര്യമാണ്. ഒരു സെറ്റ് ഓഫ് ടൈമിനുള്ളിൽ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് അവർ. അപ്പൊ ഇഷ്ടമല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരു സെയിങ് ഉണ്ട്, നമ്മൾ ഒരു റൂമിന്റെ അകത്തിൽ കയറി എത്ര നേരം വേണമെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഇരിക്കാൻ പറ്റും.
പക്ഷെ ആ സെയിം റൂമിന്റെ അകത്ത് നമ്മളെ പുറത്തുനിന്ന് ഒരാളെ ലോക്ക് ചെയ്തിടുവാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് പോലും അതിന്റെ അകത്ത് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അത് നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു കാര്യവും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ടൈമില് എല്ലാവരും പറയും ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ഒരു ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് അല്ലേ. ഇപ്പൊ അതിന് ഭീമമായ തുകകളാണ് ഈ എയ്ഡഡ് സ്കൂളുകളിൽ വാങ്ങിക്കുന്നത്. ഇപ്പം UP സ്കൂളുകളിൽ തന്നെ ആണെങ്കിലും 27 മുതൽ 30 ആ ഒരു റേഞ്ചിലാണ്. അതിൽ താഴോട്ടൊക്കെ നമ്മുടെ എന്താ പറയുന്ന ഒരു പിടിപാട് പോലെ ഇരിക്കും. നമുക്ക് എത്ര വലിയ ആളെ കോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുപോലെ ഇരിക്കും അതിൽ താഴോട്ട് വരുന്നത്. എന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു മിനിമം എന്നൊക്കെ പറഞ്ഞ 20 താഴെ ഒന്നും ഇപ്പം യു പി സെഷനിൽ പോലും നമുക്ക് പറ്റാറില്ല. ഇത്രയും ഭീമമായ തുക കൊടുത്ത് കയറുന്നത് എന്തിനാണെന്ന് നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ ചിന്തിച്ചാൽ പോലും നമ്മളോട് ആൾക്കാർ പറയുന്നത് നിങ്ങളിപ്പോ ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പെൻഡ് ചെയ്ത പൈസ തിരിച്ചു കിട്ടി പിന്നെ കിട്ടുന്ന മുഴുവൻ ലാഭമാണ്. പക്ഷെ ഇതിനകത്ത് ആൾക്കാർ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ചുമ്മാതെ ബാങ്കിൽ കൊണ്ടിട്ട് പൈസ വീട്ടിൽ ഇരുന്ന് വാങ്ങിക്കുകയല്ല, നമ്മുടെ ലൈഫ് നമ്മൾ അവിടെ കൊടുക്കുവാണ്. ഒരു ടീച്ചർ എടുക്കുന്ന എഫേർട്ട് അതൊരു ടീച്ചറിനെ മനസ്സിലാകത്തുള്ളൂ. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഭയങ്കര രസമാണ്, പിള്ളേരോട് അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നാണ് എല്ലാവരും ഒരു വിചാരം. അല്ല, ഒരു ടീച്ചർ ആ ടീച്ചറിന്റെ ജീവിതമാണ്. എത്രത്തോളം കാലം അവിടെ പഠിപ്പിക്കുന്നു ആ ടീച്ചറിന്റെ എനർജിയും ബ്ലഡ് സ്വെറ്റ് ആൻഡ് ടീയേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മൾ അതാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളെ തന്നെയാണ്, നമ്മൾ അത്രയും നാളാണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വെർത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ എനിക്ക് ഇന്നവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇത്ര പൈസ ഇവർ വാങ്ങിക്കുന്നത്. ഗവൺമെന്റ് ആണ് സാലറി എടുക്കുന്നത്. ഈ ആർക്കാണ് ഈ പൈസ പോകുന്നത്, എന്തിനാണ് ഈ പൈസ പോകുന്നത്? അതെ, ഈ പൈസ കൊടുത്ത് കയറുന്ന കാര്യം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പം നമ്മള് ഇത്രയൊക്കെ പഠിച്ച് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇത്ര സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മളൊരു ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു സ്കൂളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പൈസ കെട്ടി വെക്കേണ്ടി വരുന്നത് കേൾക്കുന്നത് അത് തന്നെ നമുക്ക് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതോ ഒരു ഇന്റർവ്യൂവിൽ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കല്ലുപണിക്കാരൻ യൂസ് ചെയ്യുന്ന അതിനേക്കാൾ എനർജി വേണം ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഒരു ക്ലാസ് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ തല മുതൽ കാല് വരെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഫുൾ ബോഡി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ബ്രെയിൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എനർജി കുറെ കൂടെ ലൂസ് ആവുന്നത്. നമ്മൾ മറ്റൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിനെക്കാട്ടില് നമുക്ക് നമ്മളുടെ ബ്രെയിൻ യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നു പറഞ്ഞില്ല, എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനെക്കാട്ടിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് എനർജി ലോസ് കൂടുതലാണ്. അപ്പോ നമ്മളൊരു ക്ലാസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഇപ്പൊ കണ്ടിന്യൂസ് ക്ലാസ്സസും കൂടെയാണ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനുള്ള ഒരു ഇതില്ല, ഒരു എനർജി ഇല്ല പിന്നെ വേറൊരു കാര്യം പോയി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഒരു 8 പീരീഡ് ഉള്ള ഒരു സ്കൂളില് സിസ്റ്റത്തില് 6 പീരീഡ്സോ 5 പീരീഡ്സോ നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നെക്സ്റ്റ് ഇപ്പൊ ഒരു 3 പീരീഡോ അല്ലെങ്കിൽ 2 പീരീഡോ നമുക്ക് ഫ്രീ ആണ് കിട്ടുന്നത് പറഞ്ഞാൽ അതൊരിക്കലും ഫ്രീ പീരീഡും അല്ല. നമുക്ക് വേറെ എന്തെങ്കിലും വർക്ക് അതിനകത്ത് ചെയ്യാനായിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോ എന്നാ പിന്നെ 6 പീരീഡ് പോയാൽ പോരെ, അല്ലെങ്കിൽ 5 പീരീഡ് പോയാൽ പോരെ, കഴിഞ്ഞില്ലേ അവിടെ പരിപാടി കഴിഞ്ഞില്ലേ, കുട്ടികളോട് പോയി ഇത്ര പറയാം. 40 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ, അതാണ് വേറൊരു കാര്യം. 40 മിനിറ്റ്സ് അല്ലേ ഒരു പീരീഡ് ഉള്ളൂ. ഈ 40 മിനിറ്റ്സ് നമ്മൾ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്ന എനർജി നമ്മുടെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതും മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ ഇപ്പൊ മിക്ക സ്കൂൾസും സാറ്റർഡേ കൂടെ വർക്കിംഗ് ആണ്. അപ്പം ആകപ്പാടെ നമുക്ക് കിട്ടുന്ന ഒരു സൺഡേ എന്ന് പറയുന്നത് അത് എങ്ങനെയാ പോകുന്നത് നമുക്കറിയത്തില്ല. ലെസൺ പ്ലാൻ നമുക്ക് വീട്ടിൽ വേറെ പല കാര്യങ്ങളും കാണും, അങ്ങനെ നമുക്ക് പോകും. അപ്പൊ എത്രമാത്രം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ടീച്ചേഴ്സിന്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്ലാസ് കൊണ്ടുപോകാന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാനേജ്മെന്റും അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിൽ പോലും അത് ചിന്തിക്കേണ്ടതാണ്. എത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ടീച്ചേഴ്സ് എന്ന് എനിക്കിപ്പോ തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ന വർക്കുണ്ടോ, ആ ടീച്ചർ ഇതോ അവിടെ ഇരിപ്പുണ്ട്, ഫ്രീ ആണ്, സ്റ്റാഫ് റൂമിൽ പോയി ഇരിപ്പുണ്ട്, പൊക്കോ വിളിച്ചോണ്ട് പൊക്കോ, അതങ്ങ് ചെയ്തോ എന്ന് പറയാം. ആ ടീച്ചർ എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓൾറെഡി ഫ്രീ കിട്ടുന്നത് എന്തെങ്കിലും 2 പീരീഡോ അല്ലെങ്കിൽ 3 പീരീഡോ എന്തെങ്കിലും ആയിരിക്കും. മാക്സിമം പോയ 3 പീരീഡ്, അതിൽ കൂടുതലില്ല. അപ്പൊ ആ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട്ബുക്ക് കറക്ഷൻ ഉണ്ടാവും, ടെസ്റ്റ് പേപ്പർ കറക്ഷൻ ഉണ്ടാവും. അത് നമുക്ക് വീണ്ടും പെൻഡിങ് ആണ് വരുന്നത്. പിന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഒരിക്കലും നമ്മളൊരു വർക്ക് ആൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കൊടുക്കുന്നു എന്നല്ല അതിന്റെ റിവ്യൂ എടുക്കുന്നു എന്നുള്ളൊരു കാര്യം എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പെൻഡിങ് 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 ഈ ഒരു കാര്യം മാത്രം ചെയ്തില്ല. എന്തുകൊണ്ട്? റീസണിങ് എന്നൊരു പറയുന്ന കാര്യം അവിടെ നടക്കുന്നില്ല. എപ്പോഴും നമ്മൾ ഒരു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഒരു മാനേജ്മെന്റ് ടു ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിലും ഒരു ടീച്ചർ ടു പേരന്റ് ആണെന്നുണ്ടെങ്കിലും വേ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും എഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഏതൊരു ഇതിലാണെന്നുണ്ടെങ്കിലും ഏത് 2 പേരുടെ ഇടയിൽ നിന്നാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതുപോലെ തന്നെ ഈ ലിസണിങ് കേപ്പബിലിറ്റി എന്ന് പറയുമല്ലോ, അതായത് ഒരാളെ ലിസൺ ചെയ്യാനുള്ള, നമ്മൾ ഒരിക്കലും ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം കേട്ടിട്ട് കാര്യമില്ല. അതായത് എനിക്കിപ്പോ ഒരാൾ എന്നോട് പറയുന്ന കാര്യത്തിൽ അയാൾ എന്നോട് എന്തോ പറയുന്നുണ്ട്, എനിക്കതിന് റിപ്ലൈ കൊടുക്കണം എന്ന് കരുതി അത് കേട്ടിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല.
പക്ഷെ എനിക്കത് മനസ്സിലാക്കണം എന്ന് കരുതി അത് കേൾക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അല്ലാതെ ടീച്ചർ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം, ഇതും കൂടെ ചെയ്യാമല്ലോ. ഇപ്പോ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇപ്പം സ്കൂൾസിലാണെന്നുണ്ടെങ്കിലും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഓഫീസ് വർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റാഫ് റൂമിൽ ഒന്ന് പോയി നോക്കിക്കേ, ഏത് ടീച്ചർ അവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നത്, അവരേക്ക് വിളിച്ചു. ഫ്രീ അല്ല, ഈ ഫ്രീ പീരീഡ്സ് ഒന്നും ഫ്രീ അല്ല എന്ന് നമ്മുടെ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കുന്നു. അന്ന് മാത്രമേ നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു എന്താ എഫക്റ്റീവ് ആയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മറ്റ് ജോലികളിൽ നിന്ന് നമുക്കുള്ളൊരു വ്യത്യാസം എന്താന്ന് ചോദിച്ചാല്, ഇപ്പം IT ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഡീൽ ചെയ്യുന്നത് മെഷീൻസുമായിട്ടാണ് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ 1 പേഷ്യന്റ് അറ്റ് എ ടൈം എന്നെങ്കിലും നമുക്ക് പറയാം. ഇപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ഏറ്റവും മിറാക്കിളായിട്ട് കാണുന്നതാണ് ഈ ചൈൽഡ് അല്ലെങ്കിൽ ബർത്ത് ഓഫ് എ ചൈൽഡ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഒരു 40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ പോട്ടെ, മിനിമം എടുക്കാം 30, ഒരു ക്ലാസ് റൂമിൽ മിനിമം ഒരു 30 അല്ലെങ്കിൽ 25 ആയിക്കോട്ടെ. ഇത്രയും ജീവനുള്ള കുട്ടികളെയാണ് ഒരു ടീച്ചർ അറ്റ് എ ടൈം മാനേജ് ചെയ്യുന്നത്. അതിന് ഇപ്പൊ ജിൽബി പറയുണ്ടായി എനർജിയുടെ കാര്യം, എന്തുമാത്രം എനർജിയാണ് ഒരു ടീച്ചർ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, നമുക്ക് വേറെ എന്ത് ജോലിയാണെങ്കിലും ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ട് ഇപ്പൊ ലാബിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓക്കെ 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം. നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന് ഒരു വേർഡ് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാല് 40 പേരും ചോദിക്കും എന്തൊരു ടീച്ചർ, എന്തൊരു ടീച്ചർ, എന്തൊരു ടീച്ചർ. ലൈക്ക് നമുക്ക് അങ്ങനൊന്നും ഇരിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനൊന്നും ഉള്ളൊരു ടൈം അവിടെ കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന ഫ്രീ പീരീഡോ ഒന്നും നമുക്കൊരു ഫ്രീ അല്ല. അല്ലെങ്കിൽ ഇതിനിടയിൽ നമ്മുടേതായ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനം നമുക്ക് അവിടെ ഇല്ല. അങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ നമ്മുടെ നേരെ വരും. ഇല്ലെങ്കിൽ ഇപ്പം സപ്പോസ് ഇപ്പൊ ക്ലാസ് റൂമിൽ ഒരു ക്യാമറ ഉണ്ടെന്ന് ഇരിക്കട്ടെ, അടുത്ത നിമിഷം ചോദ്യം വരും, ടീച്ചർ എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു 5 മിനിറ്റ് ഇരിക്കുന്നുണ്ടല്ലോ, വാട്ട് ഹാപ്പൻ. അവിടുന്ന് മാനേജ്മെന്റിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. എനിക്ക് തോന്നുന്നു മറ്റു ജോലികൾക്കൊന്നും എനിക്കറിയില്ല അത്രയും ഒരു പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. പക്ഷെ ഞാനിപ്പോ നമ്മുടെ ഒരു ടീച്ചേഴ്സിന്റെ ഒരു കാര്യം മാത്രം പറഞ്ഞങ്ങ് പോവുകയാണ്. അപ്പം അപ്രകാരം ജീവനുള്ള 30 പേരെയാണ് അറ്റ് എ ടൈം നമ്മൾ ഡീൽ ചെയ്യുന്നത്. അവരുടെ 30 പേരുടെ പേസിനനുസരിച്ച് വേണം നമ്മൾ പഠിപ്പിക്കാൻ. 30 പേർക്കും മനസ്സിലാവുന്ന രീതി വേണം ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ. 30 പേരുടെ സ്പീഡിനനുസരിച്ച് വേണം നോട്ട് പറഞ്ഞു കൊടുക്കാൻ. 30 പേർക്കും കാണാവുന്ന രീതി വേണം നോട്ട് എഴുതി കൊടുക്കാൻ. അപ്പോ ഒരു കൈ പോരാ. നമ്മുടെ ഈ റീൽസിലൊക്കെ കാണുന്ന പല 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 കൈകൾ ഒരാളിൽ നിന്ന് വരുന്ന പോലെ അത്രമാത്രം ഒരു എഫേർട്ടും എനർജിയും അത്രയും കാര്യങ്ങൾ ഒരു ടീച്ചർ ചെയ്യുന്നുണ്ട്. അതിന് ചില്ലറ എനർജി പോരാ, ചില്ലറ പീസ് ഓഫ് മൈൻഡ് പോരാ, ചില്ലറ എന്താ പറയാ എൻവയോൺമെന്റ് പോരാ. അതിനൊക്കെ ഒരു ബെറ്റർ അല്ലെങ്കിൽ ദ ബെസ്റ്റ് തന്നെ അവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം പണ്ടൊക്കെ കൂടെ ഞാൻ പറഞ്ഞോട്ടെ ജെഫിൻ, ഒരു സെക്കൻഡ്. അതായത് എല്ലാ ഇതിനും ഇപ്പം ജാസ്മിൻ പറഞ്ഞതുപോലെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ അഡ്രസ് ചെയ്യുന്നത്, ഈ ടീച്ചേഴ്സിന്റെ പ്രോബ്ലം അഡ്രസ് ചെയ്യുന്നതിൽ എല്ലാവർക്കും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ആ പ്രോബ്ലം അഡ്രസ് ചെയ്യുന്ന എന്തോ ഈസി ജോബായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അതെനിക്കറിയില്ല. ബാക്കിയുള്ള വർക്കിംഗ് കൾച്ചറിലൊക്കെ എല്ലാവർക്കും പ്രഷർ ഉണ്ട്. അത് അഡ്രസ് ചെയ്ത് കഴിഞ്ഞു ഓ അങ്ങനെയൊക്കെ ആണോ എന്നൊരു സാധനം വരും. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു വേറെ ക്വസ്റ്റ്യനാ വരുന്നത്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ജെഫിൻ കണ്ടിന്യൂ ചെയ്തോളൂ. അത് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു ട്രാൻസിഷന്റെ പ്രശ്നം. പണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദറൊക്കെ മുതലേ അധ്യാപകരാ. ഇപ്പൊ വാദ്യാർ എന്നൊക്കെ പറയാം അന്നത്തെ കാലത്തെ. അപ്പൊ ആ ഒരു ടൈമില് ഒരു വാദ്യാരുണ്ടെങ്കിൽ ആ വാദ്യാര് ലൈക്ക് എ ജഡ്ജാണ്. ആ നാട്ടിലെ മെയിൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാം അപ്പച്ചന്റെ അടുക്കലായിരുന്നു. അല്ലാതെ വലിയപ്പച്ചന്റെ അടുക്കലായിരുന്നു ചെന്നുകൊണ്ടിരുന്നത്. അപ്പച്ചനായിരുന്നു അതിനൊരു വെർഡിക്റ്റ് പറയുന്നത്. ഓക്കെ ഇത് തെറ്റാണോ, ആണ്, അല്ലെ അപ്പച്ചൻ ശരിയാന്ന് പറഞ്ഞാൽ ശരിയാണ്. ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ഈ അധ്യാപകർക്ക് ആ ഒരു ടൈമിൽ. പക്ഷെ പിന്നെ പിന്നെ ടൈം വന്ന് ഇപ്പൊ നമ്മുടെയൊക്കെ ടൈം ആവുമ്പോൾ ഒരു ടീച്ചർ രാവിലെ ഇറങ്ങുമ്പോൾ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങേണ്ട വരുന്ന ഒരു അവസ്ഥയെ. ദൈവമേ കാത്തോടെ ഈ ഇറങ്ങുന്നോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയെ. കാരണം ഒരു ടീച്ചറിന് ഒരു കുട്ടി തെറ്റാ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒന്ന് കറക്റ്റ് ആയിട്ട് ഒരു വഴി ഒന്ന് കാട്ടിവിടുവോ? ഇപ്പൊ ചിലപ്പോൾ അത് കുട്ടിയുടെ ഈഗോ പ്രശ്നമാണ്. ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു അധ്യാപകൻ 6-7 വർഷം അയാൾ ജയിലിൽ കിടന്നു. ഒരു റേപ്പ് കേസോ സംതിങ്, അങ്ങനെ എന്തോ ഒരു ബ്ലെയിം, സെക്ഷൽ അസോൾട്ട് സംതിങ് എന്തോ ആയിരുന്നു വന്നത്. പിന്നെ കേസ് നടത്തി ഒരു 6-7 വർഷം ആയപ്പോഴത്തേക്ക് വന്നു ആ അധ്യാപകൻ ആ അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം അധ്യാപകൻ ചെയ്തിട്ടില്ല. പക്ഷെ ആ പുള്ളി ഫോൾസ്ലി അക്യൂസ്ഡ് ആയി. അത് ആ കുട്ടിയുടെ എന്തോ ഒരു ഈഗോ സംതിങ് ആയിരുന്നു. അധ്യാപകൻ പറഞ്ഞത് എന്തോ ഇഷ്ടപ്പെടാത്തതിനോ സംതിങ് കൊണ്ട് കേസ് കൊടുത്താ ചോദ്യം പറച്ചിലൊന്നും ഇല്ല, ആദ്യമേ കൊണ്ടങ്ങ് ജയിലിൽ ഇടുവായിരുന്നു. അല്ലെങ്കിൽ ആ പുള്ളി ഇന്ന ആളായി, ഇത് ഹെൻസ് ആ വ്യക്തി അത് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യുന്നിടം വരെ ആ വ്യക്തി അങ്ങനെയാണ്, ആ വ്യക്തി ആ കുറ്റക്കാരനാണ്. അപ്പോഴത്തേക്ക് സമൂഹം മുഴുവൻ ന്യൂസുകാർ വരുന്നു എല്ലാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ആഫ്രിക്കൻ ഈ എന്താ പറയുക ഗ്രാസ് ലാൻഡ്സിൽ ചെല്ലുമ്പോൾ അവിടെ ഈ സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആനിമൽസ് ഉണ്ട്.
എന്തൊരു സാധനത്തെയും കിട്ടി ഡെഡ് ആയിട്ട് കിടന്ന അതിനെ കടിച്ച് വലിച്ചു കീറി തിന്നുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജീവികളെ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ലെവലിലേക്ക് ഇന്ന് മീഡിയ ഭയങ്കരമായിട്ട് താന്നു പോകുന്നുണ്ട്. ആ ഒരാള് കുറ്റക്കാരനാണെന്ന് ലെറ്റ്സ് ഇപ്പൊ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി, എനിക്കെതിരെ ഒരു ഫോൾസ് അക്യൂസേഷൻ വന്നു, എന്നാൽ അത് ഒറിജിനൽ ആണോ അല്ലയോ എന്നൊന്നും തിരക്കുന്നതിന് മുമ്പ് എന്നെ ആ അക്യൂസ്ഡ് ആക്കാൻ, അല്ലെങ്കിൽ ഞാൻ അതാണ് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. കാരണം അതിനനുസരിച്ച് വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ട്, അതിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അതേപോലെ ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നായിരുന്നു, ഒരു കുട്ടി ഇതുപോലെ ലക്ഷങ്ങൾ കൊടുത്ത് ഒരു സ്കൂളിൽ കയറി. ആ കുട്ടി എന്നിട്ട് അത് വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അതിന് സാലറി ഒന്നും ആയില്ല. അത് ഒട്ടും ഫിനാൻഷ്യലി സെക്യൂർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നയാളല്ല. ആ വ്യക്തി ഈവൻ ആ വ്യക്തിക്കുള്ള വണ്ടിക്കൂലി പോലും മറ്റ് ടീച്ചർമാർ പിരിവിട്ട് കൊടുത്താണ് ആ കുട്ടി വന്നുകൊണ്ടിരുന്നത്. ആ ഒരു ന്യൂസ് ഒന്ന് എനിക്ക് തോന്നുന്നു അതൊരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം മാത്രമേ ആ ഒരു ന്യൂസ് ഏതെങ്കിലുമൊക്കെ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാനൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് ഒന്നും ആയില്ല, ഒരു ഇത് വന്നില്ല. അതൊരു മാനേജ്മെന്റ്. അതേപോലെ ഇപ്പം നമുക്ക് അങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വേറെ ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. എനിക്ക് സ്വന്തമായിട്ട് അനുഭവം ഉള്ള കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിക്കാൻ കയറിയ സ്കൂളിൽ തന്നെ ഞാൻ അവിടെ കയറിയത് ഒരു വർഷം പഠിപ്പിച്ചോളാം എന്ന് എഴുതി കൊടുത്തിട്ടാണ്, ഞാൻ ഇതിന്റെ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഗസ്റ്റ് എന്ന് പറയുന്ന ഡെയിലി വേജസിലാണ് ഞാൻ കയറിയത്. അതിന് ഞാൻ ഗവൺമെന്റിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യേണ്ടടുത്തുനിന്നെല്ലാം അറ്റസ്റ്റ് ചെയ്ത് ഫുൾ ലീഗലി കയറിയ ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നു, അവിടെ ഒരു മീറ്റിംഗ് വന്നു, ഈ അവരുടെ ബോർഡിന്റെ ഒരു മീറ്റിംഗ് വന്നു. ബോർഡിന്റെ മീറ്റിംഗ് വന്നപ്പോൾ ഇങ്ങനെ ഒരു വേക്കൻസി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അന്നേരമാണ്. അവര് ഉടനെ ആ ബോർഡിൽ വന്ന് മീറ്റിംഗിന് വന്ന ആൾക്കാർ അവിടെ അവർക്ക് വേണ്ട ഒരാളെ ആ പോസ്റ്റിലോട്ട് അപ്പോയിന്റ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ട വന്നു. അത് ഒരു ഏകദേശം ഒരു തേർഡ് ടേമിന്റെ ആ ഒരു ടൈമിലേക്ക്. അപ്പൊ പിന്നെ എവിടെയും പുതുതായിട്ട് കയറുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ടീച്ചർ എന്ന രീതി ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ അത് ആ വർഷം കണ്ടിന്യൂ ചെയ്തില്ല. എനിക്ക് എത്ര നാളും ചെയ്തതിന്റെ സാലറി കിട്ടിയിട്ടില്ല. ഞാനത് ഗവൺമെന്റ് ഇവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് സ്കൂളിൽ നിന്ന് മൂവ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്, അവർ പേപ്പറുകൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ സ്കൂളിൽ സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് അവരെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ് എന്നാണ്. അങ്ങനെ നമുക്ക് പിന്നെ ഞാൻ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിനോട് തിരക്കിയ സമയത്ത് പോകാം, വർഷങ്ങൾ ഇതിന് പുറകിന് നിൽക്കേണ്ട വരും, എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടായി വരാൻ വേണ്ടി നമ്മൾ ആദ്യം നല്ല രീതിയിൽ ഫണ്ട് ഇറക്കണം. ഫിനാൻഷ്യലി ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ആ ഡിസിഷൻ എടുക്കാൻ നിന്നില്ല. അതുപോലെ എത്രയോ പേര് അപ്പൊ ഞാൻ തിരക്കിയപ്പോഴാണ് ഇത് ഫസ്റ്റ് ടൈം അല്ല ആ സ്കൂളിൽ സംഭവിക്കുന്നത്. അവിടെ വേറെ ടീച്ചേഴ്സിന് ഇതേ സെയിം കാര്യം നടന്നിട്ടുണ്ട്. അവര് കേസുകൾ നടത്തിയിട്ടുണ്ട്, എന്നിട്ടും ഒരു എന്താ പറയുന്നത് ഒരു റിസൾട്ടും അതിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ കാര്യം കൊണ്ട് ആൾക്കാർക്ക് ഇതിനോടൊന്നും ഇപ്പൊ മീഡിയാസിന് ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ആൾക്കാർ ബാക്കിയുള്ളവർക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ ഞാൻ തന്നെ പറയുമ്പോൾ ഇപ്പൊ എക്സ്പീരിയൻസ് ആയില്ലേ, അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ, അങ്ങനെ ഇതാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. എന്നാൽ നമ്മൾ ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ട്, നമ്മൾ ഇടുന്ന ഒരു കാര്യമുണ്ട്, അതിന് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാനസികമായി മെന്റലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതിന്റെ അകത്തിൽ ഒരു 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 80% ടീച്ചേഴ്സും സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ശ്രദ്ധ എന്നുള്ള ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യം തന്നെ ഇതാണ്, നല്ലൊരു വർക്ക് കൾച്ചർ ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുക. നമ്മളിപ്പോ അതിന്റെ ഒരു ബിഗിനിങ് നമ്മൾ എന്താ പറയുക, പിച്ച വെച്ച് തുടങ്ങാം, ബേബി സ്റ്റെപ്സ് എടുക്കുന്ന സമയം ആയതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഒരു ആശയം ഇതാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു ഇത് കൊടുക്കുക. ദൈവം സഹായിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതുപോലെ കുട്ടികൾക്ക് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആക്കി കൊടുക്കുക, ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പ്രൊഡക്റ്റീവായിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് അവർക്ക് നല്ലൊരു കാര്യം കൊടുക്കുക എന്നുള്ള ഒരു താല്പര്യത്തോട് മാത്രം ഞങ്ങൾ തുടങ്ങിയ ഒരു കാര്യമാണ് ഈ ശ്രദ്ധ എന്നുള്ള ഞങ്ങളുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ്. അതെ, നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന, നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും മേജർ കാര്യം എന്ന് പറയുന്നത്, ആസ് എ ടീച്ചർ നമ്മൾ അനുഭവിച്ച ഒരു പ്രഷർ ഉണ്ട്, നമ്മൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഒരു മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് നേരിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവർ വർക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾക്ക് വേണ്ടി കേൾക്കാൻ ഒരു ചെവി തന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സ്റ്റാഫ്സിന് ആർക്കും ഉണ്ടാവരുത് എന്നുള്ളൊരു മെന്റാലിറ്റിയോട് കൂടിയാണ് നമ്മൾ ഓരോ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരോട് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിൽ നിന്ന് പേരന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുട്ടികളുടെ ഭാഗത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ക്ലാസിന്റെ എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് ബാധിക്കുന്ന എന്തൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യണമെന്നും അവരോട് അത്രയും നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു എന്താ അടിയൻ കുടിയാൻ ബന്ധം അങ്ങനൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആ ഒരു സ്റ്റാഫ് എന്നല്ല, നമ്മുടെ ഒരു ടീമായിട്ട് നമ്മൾ മുന്നോട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ, നമ്മളെപ്പോഴും ആ ടീം വർക്ക് മാത്രം. എനിക്ക് അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു എനർജി കിട്ടുന്നുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ നിൽക്കുന്ന ആൾക്കൊരു ടീം ആകുമ്പോൾ നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴും നമുക്ക് അത്രയും സന്തോഷം വന്നു. അതുകൊണ്ടാണ് നമ്മൾ കൊടുത്ത ടീച്ചേഴ്സ് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് അത്രയും നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നതും അതുകൊണ്ടാണ്. എല്ലാ ടീച്ചേഴ്സിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണോ കുട്ടിയെന്ന് മനസ്സിലാക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കണം. കുട്ടി എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ആയിരിക്കുന്ന ലെവലിൽ നിന്ന്
നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സിനോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാണ് അവർ തന്നെ ഓരോ ഐഡിയാസ് ഉണ്ട്, നമുക്ക് എന്നാ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. നമുക്കും നമ്മൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അവരോട് പറയാം, അവരുടെ സജഷൻ അവർ നമ്മളോട് പറയും. എപ്പോഴും ആ ടൂ വേ കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടീം വർക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങൾ ഇതൊക്കെ അങ്ങ് ചെയ്താൽ മതി, എനിക്ക് കുട്ടിയെ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, അല്ലെങ്കിൽ ടീച്ചറിനെ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം. അവിടെ ഞാൻ കുറച്ച് സജഷൻസ് കൊണ്ട് കൊടുത്ത് അത് എഫക്റ്റീവ് ആവുന്നതിനെക്കാട്ടും നല്ലത് ആ ടീച്ചർ കുറച്ച് സജഷൻസ് തരുന്നതിലായിരിക്കും. അപ്പൊ നമ്മൾ അതിനൊരു വേ ആണ് തുറന്നു കൊടുക്കുന്നത് മുഴുവനും. നമ്മളെടുത്ത ക്ലാസ്സിൽ നടക്കാതെ പോയ പലതുമാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമുക്ക് ഈ കുട്ടിയില് ഇപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ടാവും. പക്ഷെ ഈ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നം കാരണം നമ്മൾ അതൊക്കെ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിടും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഈ ഇനീഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് കൂടെ നമുക്ക് കുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീമിലാണെന്ന് കൂടെ നമുക്കെല്ലാം ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ പ്രൊഡക്റ്റീവായിട്ട് ഒരു ക്ലാസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൽ ടീച്ചറിന്റെ സത്യം പറഞ്ഞാൽ സന്തോഷകരമായ ഒരു ഇൻവോൾവ്മെന്റ് വേണം. അതായത് ടീച്ചർ ഇഷ്ടപ്പെട്ടുകൊണ്ടൊരു കാര്യം ചെയ്യണം. നമ്മളിപ്പോ നമ്മുടെ ഈ പോഡ്കാസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സാറിനെ പറ്റി ഒരു പേരന്റ് എന്നെ വിളിച്ച് പറഞ്ഞത്, എന്ത് എഫേർട്ട് ആ സാർ എടുക്കുന്നത്, നല്ല ക്ലാസ്. അതായത് ആ പേരന്റ് ആണ് പറയുന്നത്. ആ കുട്ടിയുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പുറത്തിരുന്ന് ചിലപ്പോൾ അടുക്കളയിലായിരിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തായിരിക്കാം ഇപ്പുറത്തായിരിക്കാം, പേരന്റ് ആണ് പറയുന്നത് നല്ല ക്ലാസ് ആട്ടോ, നല്ല എഫക്റ്റീവ് ആണ്, നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ആ സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായിരിക്കും അങ്ങനെ ആ എഫേർട്ട് ആ സാർ ഇടാൻ കാരണം? ആ സാറിന് അത് താല്പര്യം ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ചുമ്മാ പഠിപ്പിച്ചാൽ മതിയെങ്കിൽ നമുക്ക് അറിയാം, ജസ്റ്റ് ഓൺ ആക്കി വെക്കുക, 4 അക്ഷരം പറയുക, പോവുക. അങ്ങനെയല്ല. ആ മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്ത്, വീഡിയോസ് ഉണ്ടെങ്കിൽ അതെടുത്ത് അവർക്ക് ക്ലാസ്സിനിടയ്ക്ക് അത് ഷെയർ ചെയ്ത് കാണിച്ച്, പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ അത് കാണിച്ച്, ബോർഡ് സെറ്റ് ചെയ്ത് എല്ലാം വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നവർക്ക് തോന്നണം ഈ കുട്ടിക്ക് ഇതിന്റെ കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് ഉള്ള ചിന്ത ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജെഫിൻ പറഞ്ഞ 2 കാര്യങ്ങളിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു ഒരു ടീച്ചർ ആണെങ്കിൽ നമുക്കറിയാം ബി.എഡിന്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ PG അല്ല ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റോ മാത്രം പോരാ, നമുക്ക് കുറച്ച് എക്സാംസും കൂടി നമ്മൾ ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് പൈസ കൊടുത്ത് ജോലി മേടിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എന്തിനാണ് ഈ ടീച്ചേഴ്സ് പോകുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അവിടെ നമ്മുടെ ഭാഗത്തൊന്നും തെറ്റില്ലേ, കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണ് അവർ മേടിക്കുന്നത്. കൊടുക്കണ്ട, വേണ്ട, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പം എനിക്ക് 20 lakhs കൊടുക്കാനില്ല, അപ്പൊ ചിലപ്പോൾ അപ്പുറത്ത് ജിൽബിക്ക് പറ്റുമായിരിക്കും, ഞാൻ ഇങ്ങോട്ട് മാറിയാൽ ജിൽബി കയറി 20 lakhs കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ മേടിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് വേണ്ടാന്ന് വെക്കണം. എനിക്കും അറിയില്ല ഇതുകൊണ്ട് എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് എനിക്കും അറിയില്ല. പക്ഷെ ഇപ്രകാരം എന്തിനവർ ചെയ്യുന്നതെന്ന് എനിക്ക് ആ ബെനിഫിറ്റ് എനിക്ക് ശരിക്കും കത്തുന്നില്ല. 10 വർഷം കൊണ്ട് ഈ 10 വർഷത്തിനിടെ തട്ടിപ്പോയാൽ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത നിമിഷം നമുക്ക് സ്വന്തം എന്ന് പറയാനില്ലാത്ത ഒരു വിഭാഗമാണ് മനുഷ്യൻ. അടുത്ത നിമിഷം എന്താണ്, ഒരു അറ്റാക്ക് വന്നാൽ തീർന്നു. പിന്നെ എന്തിനാണ് ഈ 20 ലക്ഷം കൊടുത്തിട്ട് കേറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വലിയ ടോപ്പിക്കാണ്. നമ്മുടെ ഫുൾ എനർജിയും കൂടെ അവിടെ വേസ്റ്റ് ചെയ്യുന്നത്. ഉറപ്പാണ് നമുക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ ചില്ലറയല്ല. ചോക്ക് കാരണം ഡസ്റ്റ് അലർജി, താഴെ ഇത്രയും നിന്ന് വേരിക്കോസ് വെയിനിന്റെ പ്രോബ്ലം, വേദന, കൈക്ക് ഷോൾഡർ പെയിൻ, ഈ ടെൻഷൻ കാരണം തലയ്ക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കുറെ പൈസകൾ പൊയ്ക്കൊണ്ടിരിക്കും. ഷുവറാണത്. എനിക്ക് പേഴ്സണലി അറിയാം ഒരാളെ 50 ലക്ഷമാണോ 40 ലക്ഷമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, കൊടുത്തു കേറി, പക്ഷെ വർക്ക് പ്രഷർ കാരണം ഇപ്പൊ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങാൻ പോവാണ്. ഇത്രയും പൈസ കൊടുത്ത് കയറി പരിധിക്കുള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു മനുഷ്യരല്ലേ നമ്മള്. അല്ല ജിൽബി, പൈസ തിരിച്ചു കിട്ടിയായിരുന്നോ ആ കേറിയ ആൾക്ക്? ഇല്ല, എന്തൊക്കെയോ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എന്തൊക്കെയോ കൊടുക്കും, കുറച്ച് പിടിക്കും, അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര ഹാപ്പിയാ, തിരിച്ചു തരുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. അതാണ് ഒന്നുകൂടെ നമ്മൾ മീറ്റിംഗ് എടുക്കേണ്ടി വരും. നോക്കാം. ഇതെനിക്ക് തോന്നുന്നു വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ നമുക്ക് വേറൊരു മീറ്റിംഗ് തന്നെ ആവശ്യമായിരിക്കും. ഇന്ന് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യണം, പക്ഷെ ഉടനെ തന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ വരും. കാരണം ഇത് ഞങ്ങളുടെ ഈ ഫീൽഡിൽ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ആണ്. ഈ പൈസ കൊടുത്തു കയറുന്ന മാനേജ്മെന്റുകളിൽ ഞാൻ കണ്ടിട്ടില്ല ഈ പൈസ സ്കൂളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിടത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ബസ് ഓടിക്കുന്ന ടീച്ചർമാർ പിരിവിട്ടിട്ടാണ്, ബസ്സിന് ഡീസൽ അടിക്കുന്ന ടീച്ചർമാർ പിരിവിട്ടിട്ടാണ്. എന്തൊരു സാധനം അവിടെ പുതിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചർമാർ പിരിവിട്ടേ പറ്റത്തുള്ളൂ. ഈ ഡെയിലി വേജിന് നിൽക്കുന്ന ടീച്ചർമാർ പോലും 10,000-10,000 രൂപ ഒരു മാസം പിരിച്ചു കൊടുക്കുന്നുണ്ട് സ്കൂളിലേക്ക്. പിന്നെ പിള്ളേരെ പിടിക്കുക എന്നുള്ളൊരു സാധനം, അതും ടീച്ചർമാർ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. അതാണ് ഗൈസ്, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇത് ഒരുപാടുണ്ട്. സോ ഇന്ന് നമ്മൾ ഇത്രയും കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബട്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ ജോയിനിങ് us. Thank you everyone.